ലീഗൽ എക്സ്പേർട്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ജനറൽ നോളജിലെ ബുക്സ് ആൻഡ് ഓതേഴ്സ് എന്ന ടോപ്പിക്ക് പഠിച്ചു പോകാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് പഠിച്ചത്. അപ്പൊ അന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു കോൺസ്റ്റിറ്റ്യൂഷന്റെ ക്ലാസ് തീർന്നു, ഒരു ചെറിയൊരു ഭാഗം കൂടി GK ക്ലാസ്സിലൂടെ ഉൾപ്പെടുത്തി നമുക്കത് ഡിസ്കസ് ചെയ്ത് പോകാമെന്ന് പറഞ്ഞിരുന്നു. അതായത് മെജോറിറ്റീസ്, സിമ്പിൾ മെജോറിറ്റി, അബ്സല്യൂട്ട് മെജോറിറ്റി, സ്പെഷ്യൽ മെജോറിറ്റി, അങ്ങനെ പ്രധാനപ്പെട്ട 3 മെജോറിറ്റി. വേറെ മെജോറിറ്റി ഉണ്ട്, എഫക്റ്റീവ് മെജോറിറ്റി എന്നുള്ള മെജോറിറ്റി ഉണ്ട്. പക്ഷെ ഈ 3 മെജോറിറ്റി പഠിച്ചാൽ മതിയാകും. ഈ 3 മെജോറിറ്റിയെ കുറിച്ച് വരുന്ന GK ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാമെന്നാണ് ഞാൻ കഴിഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സിൽ പറഞ്ഞത്. പക്ഷെ ഞാനത് വിശദമായി പരിശോധിച്ച് നോക്കിയപ്പോൾ നമുക്ക് കുറച്ചധികം കൂടി അത് പഠിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അതൊരു സെപ്പറേറ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് എടുത്തു തരാം. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ആ ക്ലാസ്സോട് കൂടിയായിരിക്കും അവസാനിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് GK ടോപ്പിക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നായ ബുക്സ് ആൻഡ് ഓതേഴ്സ് എന്ന ടോപ്പിക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പോ GKക്ക് നിങ്ങൾ നോക്കുമ്പോൾ ക്ലാസ്സുകൾ കുറച്ച് കുറവാണെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപക്ഷെ തോന്നിയേക്കാം. 3 ക്ലാസ്, 4 ക്ലാസ് ആണ് ഇതുവരെ എടുത്തിട്ടുള്ളതെന്നാണ് എന്റെ ഓർമ്മ. ടോട്ടല് ഞാൻ മാത്രമല്ല, മനീഷ് ആണെങ്കിലും 3 ക്ലാസ്, ഞാൻ 1 ക്ലാസ് എടുത്തിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. ടോട്ടൽ 4 ക്ലാസ്സേ വന്നിട്ടുള്ളൂ. പിന്നെ തൊട്ട് കൃത്യമായി GK ആണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞു, ഇനി GK ആയിരിക്കും കവർ ചെയ്യാൻ പോകുന്നത്. നിങ്ങള് സിലബസ് നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്യും, അതോടെ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇന്ന ക്ലാസ് കവർ ചെയ്തിട്ടില്ലല്ലോ എന്ന് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഫുള്ള് സിലബസ് പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ നമ്മൾ കവർ ചെയ്തിരിക്കും. നമ്മള് ഫസ്റ്റ് ക്ലാസ് തുടങ്ങിയപ്പോ തന്നെ നിങ്ങൾക്കൊരു സിലബസ് തന്നിരുന്നു. ആ സിലബസിനനുസരിച്ചാണ് നമ്മൾ ക്ലാസ്സുകൾ ചിട്ടപ്പെടുത്തി പോരുന്നത്. അപ്പൊ അതിലെ എല്ലാ സിലബസും അല്ലെ എല്ലാ കാര്യങ്ങളും എല്ലാ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്തിരിക്കും പരീക്ഷയ്ക്ക് മുമ്പ്. അപ്പൊ അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കൃത്യമായിട്ട് എല്ലാ ആഴ്ചയിലും മോക്ക് ടെസ്റ്റ് എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ലൈവ് ക്ലാസ്സസിൽ കൃത്യമായി അറ്റൻഡ് ചെയ്ത് പോകുക. നമ്മൾ ലൈവ് ക്ലാസ് റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിലും കൃത്യമായി ലൈവ് ക്ലാസ് എന്നാണോ ഉള്ളത് അത് കൃത്യമായി ലൈവ് ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുകൂടാതെ തന്നെ മോക്ക് ടെസ്റ്റ് എഴുതുക. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ബുക്സ് ആൻഡ് ഓതേഴ്സ്. നേരത്തെ സൂചിപ്പിച്ചു, GKയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിൽ ഒന്നാണ് ബുക്സ് ആൻഡ് ഓതേഴ്സ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 100 ബുക്കുകളല്ല, 100 ഓതേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓരോ ഓതറിന്റെ തന്നെ 4 പുസ്തകങ്ങൾ വരെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ശശി തരൂറിന്റെ തന്നെ കുറച്ചധികം ബുക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അരുന്ധതി റോയുടെ അധികം ബുക്കുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 100 ഓതേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 100 ഓതേഴ്സും അവരെഴുതിയ പ്രധാനപ്പെട്ട ബുക്കുകൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ഇത്രയും നിങ്ങൾ പഠിച്ചാൽ മതിയാകും. കാരണം ഇത് വളരെയധികം അരിച്ചെടുത്ത ഒരു ഇൻഫർമേഷൻ ആണ്. കാരണം പല ഭാഗത്തു നിന്നും, പല പുസ്തകങ്ങളിൽ നിന്നും, ഓൺലൈനായിട്ടും മുൻവർഷ ചോദ്യപേപ്പറുകളിൽ നിന്നെല്ലാം ഇത്രയും ഭാഗം റിസർച്ച് ചെയ്ത് 100ആയി ക്രോഡീകരിച്ചെടുത്തതാണ്. അപ്പൊ ഇത്രയും നിങ്ങൾക്ക് മതിയാകും. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ ഭാഗത്ത് തന്നെ പ്രധാനമായും ചോദ്യങ്ങൾ വരുന്ന എങ്ങനെയാണെന്ന് കൂടി മനസ്സിലാക്കി പോകണം. കഴിഞ്ഞ വർഷം പറഞ്ഞല്ലോ നമ്മൾ കോച്ചിങ് നടത്തുന്നത് മുൻവർഷ ചോദ്യപേപ്പറിൽ ബേസ് ചെയ്തിട്ടാണ്. അപ്പോ കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ ഈ ബുക്സ് ആൻഡ് ഓതേഴ്സ് ഏത് ഭാഗത്തു നിന്നാണ് ചോദ്യം ചോദിച്ചിട്ടെന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കി പോകണം. കാരണം ബുക്സ് ആൻഡ് ഓതേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ബുക്സ് ആൻഡ് ഓതേഴ്സ് ഉണ്ടാവും. പക്ഷെ നമ്മളെല്ലാം പഠിക്കാൻ നമുക്ക് സാധിക്കില്ലല്ലോ. അതിനാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കേണ്ടത്. ഏത് ഭാഗത്തു നിന്നാണ് കമ്മീഷൻ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ ചോദിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി പോകണം. അതിൽ ഒന്നാമത്തെ ഭാഗം സ്വാഭാവികമായും പ്രധാനപ്പെട്ട നിയമജ്ഞരെഴുതിയ പുസ്തകങ്ങൾ, നിയമ പുസ്തകങ്ങളല്ല കേട്ടോ.
അതായത് കോൺസ്റ്റിറ്റ്യൂഷന് കുറെ ഓതേഴ്സ് ഉണ്ട്, ഫാമിലി ലോയിൽ കുറെ ഓതേഴ്സ് ഉണ്ട്, CPC RPC അത് ചോദിച്ചു കാണുന്നില്ല. കാരണം ഇപ്പൊ ദുർഗാദാസ് ഗുപ്ത ഏത് പുസ്തകമാണ് എഴുതിയത്, അങ്ങനെ ദുർഗാദാസ് ഗുപ്ത എന്നുള്ളത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഓതറാണ്, അങ്ങനെ ചോദിച്ചു വരുന്നില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ജൂറിസ്റ്റുകളും സീനിയർ അഡ്വക്കേറ്റ്സും എഴുതിയ പുസ്തകങ്ങൾ അത് ഏതൊക്കെയാണെന്ന് സ്ഥിരമായി ചോദിച്ചു വരുന്നത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇന്ത്യയിലെ നോവലിസ്റ്റുകളും ഷോർട്ട് സ്റ്റോറി റൈറ്റേഴ്സും പോയറ്റ്സും എഴുതിയത്, ഇപ്പൊ റസ്കിൻ ബോണ്ട് എഴുതിയത്, ചേതൻ ഭഗത് അതുപോലുള്ള ആളുകള് എഴുതിയിട്ടുള്ളത്, അമിതാഭ് ഘോഷ്, അങ്ങനെ പെരുമാൾ മുരുകൻ, അങ്ങനെ പ്രധാനപ്പെട്ട റൈറ്റേഴ്സ്, ഫിക്ഷൻ റൈറ്റേഴ്സ് എഴുതിയ പുസ്തകങ്ങളെ കുറിച്ച് ചോദ്യം വരുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ ഭാഗം ശ്രദ്ധിക്കേണ്ടത് പ്രധാനപ്പെട്ട സ്പോർട്സ് പേഴ്സൺസ് എഴുതിയ ബുക്കുകളെ കുറിച്ചും ചോദ്യം വരുന്നുണ്ട്. അപ്പൊ ഈ മൂന്ന് ഭാഗത്ത് നിന്നാണ് നിങ്ങൾക്ക് ചോദ്യം വരുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ഞാൻ പല നേരത്തെ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ മനസ്സിലാക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇംഗ്ലീഷ് ഗ്രാമറിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുറെ സമയം പോകുന്നത് മാത്രമേ ഉള്ളൂ. ഇംഗ്ലീഷ് വൊക്കാബുലറിക്കാണ് ക്ലീയിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഇനി അഥവാ ഒരെണ്ണം ചോദിച്ചാലാണ് ചിലപ്പോൾ ചോദിച്ചെന്ന് വരാന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ കൂടുതൽ 98%, 99% അതിൽ ചോദിക്കുന്നത് വൊക്കാബുലറിയിൽ നിന്നാണ്. പിന്നെ പ്രിപ്പോസിഷനിൽ ചോദിക്കുന്നുണ്ട്, വൊക്കാബുലറിയിലാണ് നമ്മൾ കൂടുതൽ വികസിപ്പിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ പാറ്റേൺ, ആ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ക്ലിയർ പാറ്റേൺ മനസ്സിലാക്കി നിങ്ങൾ പഠിച്ചു പോവുക. പിന്നെ നേരത്തെ സൂചിപ്പിച്ചു ബുക്സ് ആൻഡ് ഓതേഴ്സ് എന്ന് പറഞ്ഞൊരു വലിയൊരു ടോപ്പിക്കാണ്, കടല് പോലെ കിടക്കുന്ന ഒരു ടോപ്പിക്കാണ്. അതിൽ എത്രയോ ബുക്സ് ആൻഡ് ഓതേഴ്സ് ഉണ്ട്, അത് നമുക്ക് പഠിക്കാൻ പറ്റുമോ? ഇല്ല. പ്രധാനമായും ആ 3 ടോപ്പിക്കുകളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ബുക്കുകളാണ് ഞാനിവിടെ ഓതേഴ്സിനെയാണ് ഇവിടെ 100 ഞാൻ ക്രോഡീകരിച്ചിട്ടുള്ളത്. 3 ടോപ്പിക്ക് ഏതൊക്കെയാ? ഒന്ന് പ്രധാനപ്പെട്ട നിയമജ്ഞർ എഴുതിയ ബുക്കുകൾ, 2 പ്രധാനപ്പെട്ട എഴുത്തുകാർ ഫിക്ഷണൽ റൈറ്റേഴ്സ് എഴുതിയ ബുക്കുകൾ, 3 സ്പോർട്സ് പേഴ്സൺസ് എഴുതിയ ബുക്കുകൾ. ഇങ്ങനെ പ്രധാനപ്പെട്ട ഈ 3 ഭാഗത്ത് നിന്നാണ് ചോദ്യങ്ങൾ ചോദിച്ചു വരുന്നത്. ആ 3 ഭാഗത്തെ ക്രോഡീകരിച്ചായിട്ടാണ് 100 ഓതേഴ്സ് ആയിട്ട് ഞാനിവിടെ ക്രോഡീകരിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ ഓതർ ഏതാണ് എഴുതുക. അതായത് ഈ ഞാനിത് പറയുമ്പോ നിങ്ങൾ ആ ഓതറിന്റെ ആ ബുക്കിന്റെ പേരും ബുക്സിന് മുകളിൽ എഴുതുക, ഓതർ എന്ന് എഴുതുക. ആദ്യം ബുക്കിന്റെ പേരാണ് പറയാൻ പോകുന്നത്, രണ്ടാമത് ഓതേഴ്സിന്റെ പേരാണ് പറയാൻ പോകുന്നത്. അപ്പൊ ആദ്യം ബുക്ക് എന്ന് എഴുതുക, അപ്പുറം ഓതർ എന്ന് എഴുതുക. എഴുതി പോകുക. നിങ്ങൾക്ക് ഇതിന്റെ PDF നോട്ട് നമ്മൾ നൽകുന്നതാണ് കേട്ടോ. ഓക്കെ, ഒന്നാമത്തെ ബുക്ക് വളരെ പ്രധാനപ്പെട്ട ബുക്കാണ്. വി ദ നാഷൻ ദ ലോസ്റ്റ് ഡിക്കേഡ്സ് എന്ന ബുക്ക് എഴുതിയത് ആരാണ്? വി ദ നാഷൻ ദ ലോസ്റ്റ് ഡിക്കേഡ്സ് എന്ന ബുക്ക് എഴുതിയത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം നാനി പൽക്കിവാലയാണ്. നിങ്ങൾ ഒരുപക്ഷെ നാനി പൽക്കിവാലയെ കേട്ടിട്ടുണ്ടാകും. ഇന്ത്യൻ ജൂറിസ്റ്റ് ആണ്, സീനിയർ അഡ്വക്കേറ്റ് ആണ് നാനി പൽക്കിവാല എഴുതിയതാണ് വി ദ നേഷൻ ദ ലോസ്റ്റ് ഡിക്കേഡ്സ്. വി നിങ്ങൾ ഇപ്പൊ തന്നെ എഴുതി പോകുക, വി ദ നേഷൻ ദ ലോസ്റ്റ് ഡിക്കേഡ്സ് എഴുതിയത് നാനി പൽക്കിവാലയാണ്. അത് കൂടാതെ തന്നെ നാനി പൽക്കിവാല എഴുതിയ വേറൊരു ബുക്കാണ് വി ദ പീപ്പിൾ എന്ന ബുക്ക് എഴുതിയതും നാനി പൽക്കിവാലയാണ്. അപ്പൊ 2 ബുക്കാണ്. വി ദ നേഷൻ ദ ലോസ്റ്റ് ഡീക്കേഡ്സ് എഴുതിയത് നാനി പൽക്കിവാലയാണ്, വി ദ പീപ്പിൾ എഴുതിയതും നാനി പൽക്കിവാലയാണ്. ഓക്കെ, അടുത്തത് രണ്ടാമത്തെ ബുക്ക്. ഞാനിത് ഷഫിൾ ചെയ്ത് മിക്സ് ചെയ്തിട്ടാണ് പറയുന്നത് കേട്ടോ. ഇതിപ്പോ ഒരു നിയമജ്ഞൻ എഴുതിയ ബുക്കാണ്. അടുത്ത ഞാൻ പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ ബോൾ അടിക്കാൻ സാധ്യതയുണ്ട്. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ദലൈലാമ എഴുതിയ ബുക്കാണ്. ഫ്രീഡം ഫ്രം എക്സൈൽ എഴുതിയത് ദലൈലാമയാണ്. ഫ്രീഡം ഫ്രം എക്സൈൽ എഴുതിയെടുക്കുക. മൂന്നാമത്തെ ബുക്ക് ഫ്രീഡം ഫ്രം എക്സൈൽ എഴുതിയത് ദലൈലാമയാണ്. ഓക്കെ, നാലാമത്തെ വളരെ പ്രധാനപ്പെട്ട ബുക്കാണ് ബിഫോർ മെമ്മറി ഫെയ്ഡ്സ്. നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും ഈ ബുക്ക്. ബിഫോർ മെമ്മറി ഫെയ്ഡ്സ്, ഫാലി എസ് നരിമാൻ, സീനിയർ അഡ്വക്കേറ്റ് ഓഫ് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിയിലെ സീനിയർ അഡ്വക്കേറ്റ് ആണ്. ബിഫോർ മെമ്മറി ഫെയ്ഡ്സ്, ഫാലി എസ് നരിമാൻ. ഓക്കെ, ബിഫോർ മെമ്മറി ഫെയ്ഡ്സ്, ഫാലി എസ് നരിമാൻ നാലാമത്തെ ബുക്ക്. അഞ്ചാമത്തെ ബുക്ക് ദ ബാറ്റിൽ ഓഫ് ബിലോങ്ങിങ് എഴുതിയത് ശശി തരൂർ ആണ്.
ദ ബാറ്റിൽ ഓഫ് ബിലോങ്ങിങ് എഴുതിയത് ശശി തരൂറാണ്. ബാറ്റിൽ ഓഫ് ബിലോങ്ങിങ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് മിക്സ് ആയിട്ട് മനസ്സിലാകുന്നില്ല. നിയമജ്ഞർ എഴുതിയ പുസ്തകങ്ങളും ശശി തരൂർ പോലുള്ള ഓതേഴ്സ് എഴുതിയ പുസ്തകങ്ങളും. ശശി തരൂർ ഒരു പൊളിറ്റീഷ്യൻ ആണ്, അതുപോലെ തന്നെ അദ്ദേഹം ഒരു ഓതറും കൂടിയാണല്ലോ. ഓക്കെ, ഏതാണ് ശശി തരൂറിന്റെ പുസ്തകം? ദ ബാറ്റിൽ ഓഫ് ബിലോങ്ങിങ്. ശശി തരൂർ അറിയാമല്ലോ, തിരുവനന്തപുരം നിന്നുള്ള എം പി ആണ്, പൊളിറ്റീഷ്യൻ ആണ്. ദ ബാറ്റിൽ ഓഫ് ബിലോങ്ങിങ്, ശശി തരൂർ. അടുത്ത ബുക്ക് ഇതും ഇമ്പോർട്ടന്റ് ആണ്. 10 judgments that changed India. 10 judgments that changed India. അടുത്ത ബുക്ക് 10 judgments that changed India. എഴുതിയത് സിയ മോഡി. 10 judgments that changed India എഴുതിയത് സിയ മോഡിയാണ്. അവര് ഇന്ത്യൻ ലോയർ ആണ്. ഓക്കെ, പ്രശസ്തയായ ഇന്ത്യൻ ലോയർ ആണ് സിയ മോഡി. 10 judgments that changed India എഴുതിയത് സിയ മോഡിയാണ്. അവര് പ്രധാനപ്പെട്ട ഒരു ഇന്ത്യൻ ലോയർ ആണ്. ഓക്കെ, അടുത്ത ബുക്ക് നിങ്ങൾക്ക് ഇപ്പൊ എഴുതാൻ പറ്റുന്ന സ്പീഡ് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ ഒന്നുകിൽ പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ കേട്ടിരിക്കുക. നിങ്ങളുടെ മനസ്സിൽ ഈ പേരുകൾ മാക്സിമം നമ്മൾ അബ്സോർബ് ചെയ്യുക. അതിനുശേഷം നോട്ട് നമ്മൾ തരുന്നതാണ്. ആ നോട്ട് തന്നിട്ട് എഴുതിയെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇപ്പൊ വേണേൽ എഴുതി പോകുക, എന്തെങ്കിലും ചെയ്യാം. ഈ 100 പേര് നമുക്ക് കാണാപ്പാടെ പഠിക്കാൻ പറ്റില്ല. 100 ഓതേഴ്സ് ഉണ്ട്, 100 പേരെ നമുക്ക് കാണാപ്പാടെ പഠിക്കാൻ പറ്റില്ല. ഇത് മനസ്സിലാക്കി മാത്രമേ പഠിക്കാൻ പാടുള്ളൂ. മനസ്സിലാക്കി പഠിച്ച് പോകുക. ഓക്കെ, അടുത്തത് ഇന്ത്യൻ പാർലമെന്ററി ഡിപ്ലോമസി. അടുത്ത ബുക്കിന്റെ പേര് ഇന്ത്യൻ പാർലമെന്ററി ഡിപ്ലോമസി. എഴുതിയത് മീര കുമാർ, ഫോമർ സ്പീക്കർ ഓഫ് ലോക്സഭയാണ്. ഇന്ത്യൻ പാർലമെന്ററി ഡിപ്ലോമസി. അടുത്ത ബുക്കിന്റെ പേര് ഇന്ത്യൻ പാർലമെന്ററി ഡിപ്ലോമസി. എഴുതിയത് മീര കുമാർ, ഫോമർ സ്പീക്കറാണ്. ഓക്കെ, അടുത്തത് ദ ട്രയൽ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ദ ട്രയൽ എഴുതിയത് ആരാണ്? ഫ്രാൻസ് കാഫ്ക. നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടോ ഫ്രാൻസ് കാഫ്ക? അദ്ദേഹം ജനിച്ചപ്പോ ജർമ്മനിയുടെ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രദേശത്താണ്. ഇപ്പൊ ചെക്ക് റിപ്പബ്ലിക്കിന്റെ ഭാഗമായിട്ടുള്ള പ്രദേശത്താണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം പ്രധാനപ്പെട്ട ഷോർട്ട് സ്റ്റോറി റൈറ്ററും നോവലിസ്റ്റും ആണ്. നിങ്ങൾക്ക് അറിയാലോ ഫ്രാൻസ് കാഫ്ക. ദ ട്രയൽ ബുക്കിന്റെ പേര് ദ ട്രയൽ. എഴുതിയത് ഫ്രാൻസ് കാഫ്ക. ബുക്കിന്റെ പേര് ദ ട്രയൽ. എഴുതിയത് ഫ്രാൻസ് കാഫ്ക. അടുത്ത ബുക്ക് വളരെ ഇമ്പോർട്ടന്റ് ബുക്കാണ്. വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു ബുക്കാണ് ലീഗൽ ഈഗിൾസ്. ലീഗൽ ഈഗിൾസ് അത്രയല്ലേ ഉള്ളു കേട്ടോ. ലീഗൽ ഈഗിൾസ് ശേഷം നമ്മളിങ്ങനെ 2 ഐഫൺ ഉണ്ടല്ലോ ഇങ്ങനെ. ലീഗൽ ഈഗിൾസ് ഐഫൺ അല്ല. ലീഗൽ ഈഗിൾസ് സ്റ്റോറീസ് ഓഫ് ദ ടോപ്പ് 7 ഇന്ത്യൻ ലോയേഴ്സ്. ലീഗൽ ഈഗിൾസ് സ്റ്റോറീസ് ഓഫ് ദ ടോപ്പ് 7 ഇന്ത്യൻ ലോയേഴ്സ്. ബുക്കിന്റെ പേര് ഒന്നുകൂടി പറയാം. ലീഗൽ ഈഗിൾസ് സ്റ്റോറീസ് ഓഫ് ദ ടോപ്പ് 7 ഇന്ത്യൻ ലോയേഴ്സ്. ലീഗൽ ഈഗിൾസ് അതിനുശേഷം ചിഹ്നം സ്റ്റോറീസ് ഓഫ് ദ ടോപ്പ് 7 ഇന്ത്യൻ ലോയേഴ്സ്. എഴുതിയത് ഇന്ദു ബാനാണ്. എഴുതിയത് ഇന്ദു ബാനാണ്. ഓക്കെ, അടുത്ത പ്രധാനപ്പെട്ട ബുക്ക് ടുമോറോസ് ലോയേഴ്സ്. അതിനുശേഷം ഈ സിമ്പിൾ ടുമോറോസ് ലോയേഴ്സ്, ശേഷം ഈ സിമ്പിൾ ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു യുവർ ഫ്യൂച്ചർ. ടുമോറോസ് ലോയേഴ്സ് ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു യുവർ ഫ്യൂച്ചർ. ബുക്കിന്റെ പേര് ടുമോറോസ് ലോയേഴ്സ് ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു യുവർ ഫ്യൂച്ചർ. എഴുതിയത് റിച്ചാർഡ് സസ്കാൻഡ്. റിച്ചാർഡ് എറിക് സസ്കാൻഡ് എന്നാണ് അദ്ദേഹത്തിന്റെ ഫുൾ നെയിം. നമ്മൾ റിച്ചാർഡ് സസ്കാൻഡ് എന്ന് മാത്രം പഠിച്ചാൽ മതിയാകും. അതൊരു ബ്രിട്ടീഷ് ഓതറാണ്. ഓക്കെ, റിച്ചാർഡ് സസ്കാൻഡ്. ഒന്നുകൂടി വായിക്കാം. ബുക്കിന്റെ പേര് ടുമോറോസ് ലോയേഴ്സ് ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു യുവർ ഫ്യൂച്ചർ. ടുമോറോസ് ലോയേഴ്സ് ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു യുവർ ഫ്യൂച്ചർ. എഴുതിയത് റിച്ചാർഡ് സസ്കാൻഡ്. SUSSKAND. റിച്ചാർഡ് സസ്കാൻഡ്. SUSSKAND. അടുത്ത ബുക്ക് ദ പ്രസിഡൻഷ്യൽ ഇയേഴ്സ്. എഴുതിയതാരാ? പ്രണബ് മുഖർജി, ഫോമർ
president of our country, former finance minister, the presidential years. എഴുതിയത് പ്രണബ് മുഖർജി. presidential years എഴുതിയത് പ്രണബ് മുഖർജി. അടുത്ത ബുക്ക് ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് ബുക്കിന്റെ പേര് ഇങ്ങനെയാണ്, നാനി പൽക്കിവാല എ കോർട്ട് റൂം ജീനിയസ് എന്നാണ്. ഓക്കെ, നാനി പൽക്കിവാല എ കോർട്ട് റൂം ജീനിയസ്. എഴുതിയത് സോളി സൊറബ്ജി ആൻഡ് അരവിന്ദ് പി ദത്ത. ശ്രദ്ധിക്കുക, നാനി പൽക്കിവാല എ കോർട്ട് റൂം ജീനിയസ്. ബുക്കിന്റെ പേരാണ് ഞാൻ പറഞ്ഞത്, നാനി പൽക്കിവാല കോർട്ട് റൂം ജീനിയസ്. ഒന്നുകൂടി പറയാം, ബുക്കിന്റെ പേര് നാനി പൽക്കിവാല കോർട്ട് റൂം ജീനിയസ്. എഴുതിയത് സോളി സൊറബ്ജി, ഫോമർ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ, ആൻഡ് അരവിന്ദ് പി ദത്ത. DATAR. ഓക്കെ, അടുത്ത ബുക്കിലേക്ക് കിടക്കാം. ഇത് ഇമ്പോർട്ടന്റ് ബുക്കാണ് കേട്ടോ. ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ചിഹ്നം, കോർണർ സ്റ്റോൺ ഓഫ് എ നേഷൻ എന്നാണ് ബുക്കിന്റെ പേര്. ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കോർണർ സ്റ്റോൺ ഓഫ് എ നേഷൻ. അതായത് നിങ്ങൾ ഇപ്പൊ തന്നെ എഴുതി പോകുകയാണെങ്കിൽ കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട്, ഇപ്പൊ തന്നെ പഠിച്ചു പോകാം. നോട്ട്സ് വന്ന് നിങ്ങൾ പഠിക്കുമ്പോ അത്ര വൈകി പോകും. ഇപ്പൊ തന്നെ പഠിച്ചു പോകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ. ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കോർണർ സ്റ്റോൺ ഓഫ് എ നേഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കോർണർ സ്റ്റോൺ ഓഫ് എ നേഷൻ. എഴുതിയത് ഗ്രാൻവിലെ ഓസ്റ്റിൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ പേര്? കുറെ കേട്ടിട്ടുണ്ടോ ഗ്രാൻവിലെ ഓസ്റ്റിൻ. ജൂറിസ്പ്രുഡൻസ് ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഒരു പേരാണ് ഗ്രാൻവിലെ ഓസ്റ്റിൻ. അദ്ദേഹം അമേരിക്കൻ ഹിസ്റ്റോറിയൻ ആണ് ഗ്രാൻവിലെ ഓസ്റ്റിൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ബുക്കിന്റെ പേര് ഒന്നുകൂടി പറയാം, ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കോർണർ സ്റ്റോൺ ഓഫ് എ നേഷൻ. ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കോർണർ സ്റ്റോൺ ഓഫ് എ നേഷൻ എഴുതിയത് ഗ്രാൻവിലെ ഓസ്റ്റിൻ ആണ്. ഓക്കെ, അടുത്തത് ദ വൈറ്റ് ടൈഗർ. നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു പേരായിരിക്കും. ദ വൈറ്റ് ടൈഗർ എഴുതിയത് അരവിന്ദ് അട്ടിക്കിയാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള എഴുത്തുകാരനാണ്, ചെന്നൈയിൽ നിന്നുള്ള എഴുത്തുകാരനാണ്. ദ വൈറ്റ് ടൈഗർ എഴുതിയത് അരവിന്ദ് അട്ടിക്കിയാണ്. അരവിന്ദ് അട്ടിക്ക, ARVINDADIGA. വൈറ്റ് ടൈഗർ അരവിന്ദ് അട്ടിക്ക. അടുത്തത് എ പ്രോമിസ്ഡ് ലാൻഡ്. ബുക്കിന്റെ പേര് എ പ്രോമിസ്ഡ് ലാൻഡ്. എഴുതിയത് ബറാക് ഒബാമ. എ പ്രോമിസ്ഡ് ലാൻഡ് എഴുതിയത് ബറാക് ഒബാമ. എ പ്രോമിസ്ഡ് ലാൻഡ് ബറാക് ഒബാമ. അടുത്ത ബിക്കമിങ്, ഒരു ദിവസം കേട്ടിട്ടുണ്ടാവും, മിഷേൽ ഒബാമ. അദ്ദേഹത്തിന്റെ പത്നി ബിക്കമിങ്, മിഷേൽ ഒബാമ. ബിക്കമിങ് എന്ന പുസ്തകം എഴുതിയത് മിഷേൽ ഒബാമയാണ്. അടുത്ത ബുക്ക് ഓവർ ഡ്രാഫ്റ്റ് സേവിംഗ് ദ ഇന്ത്യൻ സേവർ. ഓവർ ഡ്രാഫ്റ്റ് സേവിംഗ് ദ ഇന്ത്യൻ സേവർ. ഇത് പേരെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എക്കണോമിയെ ബന്ധപ്പെട്ട ഒരു ബുക്കാണ്. അപ്പൊ ഒരു എക്കണോമിസ്റ്റ് ആയിരിക്കും എഴുതിയിട്ടുള്ളത്. എക്കണോമിസ്റ്റ് ആണ് എഴുതിയിട്ടുള്ളത്. ഉർജിത് പട്ടേൽ, ഫോമർ ഗവർണർ ഓഫ് RBI എഴുതിയ ബുക്കാണ് ഓവർ ഡ്രാഫ്റ്റ് സേവിംഗ് ദ ഇന്ത്യൻ സേവർ. SAVER, സേവർ. ഉർജിത് പട്ടേൽ, ഫോമർ ഗവർണർ ഓഫ് RBI. ഉർജിത് പട്ടേൽ എഴുതിയ ബുക്കാണ് ഓവർ ഡ്രാഫ്റ്റ് സേവിംഗ് ദ ഇന്ത്യൻ സേവർ. ഓവർ ഡ്രാഫ്റ്റ് സേവിംഗ് ദ ഇന്ത്യൻ സേവർ. ഓക്കെ, അടുത്ത ബുക്ക് ഗെയിം ചേഞ്ചർ. ആദ്യത്തെ സ്പോർട്സ് പേഴ്സൺ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യത്തെ സ്പോർട്സ് പേഴ്സൺ ഗെയിം ചേഞ്ചർ എഴുതിയത് ഷാഹിദ് അഫ്രീദി. അറിയാലോ, പാകിസ്ഥാനിലെ ക്രിക്കറ്റർ ആയിരുന്നു ഷാഹിദ് അഫ്രീദി. ഗെയിം ചേഞ്ചർ എന്ന ബുക്ക് എഴുതിയത് ആരാണ്? ഷാഹിദ് അഫ്രീദി. ഗെയിം ചേഞ്ചർ ഷാഹിദ് അഫ്രീദി. അടുത്തത് മാൽഗുഡി ഡേയ്സ്. നിങ്ങൾക്ക് അറിയാമല്ലോ, മാൽഗുഡി ഡേയ്സ് RK നാരായണൻ. മാൽഗുഡി ഡേയ്സ് എന്ന ബുക്ക് എഴുതിയത് RK നാരായണൻ. മാൽഗുഡി ഡേയ്സ് RK നാരായണൻ. മദ്രാസ് പ്രസിഡൻസിയിൽ നിന്നാണ് അദ്ദേഹം ജനിച്ചു വന്നത്. അറിയാലോ, മാൽഗുഡി എന്നുള്ള ഒരു ഫിക്ഷണൽ ഗ്രാമം ഉണ്ടാക്കി കഥ എഴുതിയ ഒരു പ്രധാനപ്പെട്ട എഴുത്തുകാരനാണ്. ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്ററാണ് RK നാരായണൻ. മാൽഗുഡി ഡേയ്സ് എഴുതിയത് RK നാരായണനാണ്. അടുത്തത്
വർക്കിംഗ് ഇൻ എ ഡെമോക്രാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ എക്സ്പീരിയൻസ്. കുറച്ച് വലിയ പേരുള്ള ഒരു ബുക്കാണ്. ഒന്നുകൂടി പറയാം. വർക്കിംഗ് ഇൻ എ ഡെമോക്രാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ എക്സ്പീരിയൻസ്. അടുത്ത ബുക്ക് വർക്കിംഗ് ഇൻ എ ഡെമോക്രാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ എക്സ്പീരിയൻസ്. വർക്കിംഗ് ഇൻ എ ഡെമോക്രാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ എക്സ്പീരിയൻസ് എഴുതിയത് അമേരിക്കൻ ഹിസ്റ്റോറിയൻ ആയിട്ടുള്ള ഗ്രാൻവില്ല ഓസ്റ്റിൻ ആണ്. ഓക്കെ, അമേരിക്കൻ ഹിസ്റ്റോറിയൻ ആയിട്ടുള്ള ഗ്രാൻവില്ല ഓസ്റ്റിൻ ആണ്. ഒന്നുകൂടി പറയാം. വർക്കിംഗ് ഇൻ എ ഡെമോക്രാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ എക്സ്പീരിയൻസ്. ഒന്നുകൂടി പറയാം. വർക്കിംഗ് ഇൻ എ ഡെമോക്രാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ എക്സ്പീരിയൻസ് എഴുതിയത് ഗ്രാൻവില്ലേ ഓസ്റ്റിൻ. അടുത്തത് എ സോങ് ഓഫ് ഇന്ത്യ എന്ന ബുക്ക് എഴുതിയത് ഹോപ്പ് ഓൺ മൈ അഡ്വഞ്ചേഴ്സ് ഓൺ ബോട്ട്സ് എന്ന ബുക്ക് എഴുതിയത് ട്രെയിൻസ് ആൻഡ് പ്ലെയിൻസ് എന്ന ബുക്ക് എഴുതി. പേര് കേട്ടപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഒരു പക്ഷെ. എ സോങ് ഓഫ് ഇന്ത്യ എന്ന ബുക്ക് എഴുതിയത്, ഒന്നുകൂടി പറയാം, എ സോങ് ഓഫ് ഇന്ത്യ എന്ന ബുക്ക് എഴുതിയത് ഹോപ്പ് ഓൺ മൈ അഡ്വഞ്ചേഴ്സ് ഓൺ ബോട്ട്സ് എന്ന ബുക്ക് എഴുതിയത്, എ സോങ് ഓഫ് ഇന്ത്യ എന്ന ബുക്ക് എഴുതിയത് ഹോപ്സ് ഓൺ മൈ അഡ്വഞ്ചേഴ്സ് ഓൺ ബോട്ട്സ് എന്ന ബുക്ക് എഴുതിയത് ഹോപ്സ് ഓൺ മൈ അഡ്വഞ്ചേഴ്സ് ഓൺ ബോട്ട്സ് എന്ന ബുക്ക് എഴുതിയത് ട്രെയിൻസ് ആൻഡ് പ്ലെയിൻസ് എന്ന ബുക്ക് എഴുതിയത്. മൂന്നാമത്തെ ബുക്ക് ട്രെയിൻസ് ആൻഡ് പ്ലെയിൻസ് എന്ന ബുക്ക് എഴുതിയത്. ഇതെല്ലാം എഴുതിയത് റസ്കിൻ ബോണ്ട് ആണ്. ഈ 3 ബുക്കുകൾ എഴുതിയത് റസ്കിൻ ബോണ്ട് ആണ്. ഓക്കെ, ഒന്നുകൂടി പറയാം. എ സോങ് ഓഫ് ഇന്ത്യ, ഹോപ്പ് ഓൺ മൈ അഡ്വഞ്ചേഴ്സ് ഓൺ ബോട്ട്സ്, ട്രെയിൻസ് ആൻഡ് പ്ലെയിൻസ്. എ സോങ് ഓഫ് ഇന്ത്യ, ഹോപ്പ് ഓൺ മൈ അഡ്വഞ്ചേഴ്സ് ഓൺ ബോട്ട്സ്, ട്രെയിൻസ് ആൻഡ് പ്ലെയിൻസ്. ഈ 3 ബുക്ക് എഴുതിയതും ആരാണ്? റസ്കിൻ ബോണ്ട് ആണ്. അടുത്ത പ്രധാനപ്പെട്ട ഒരു ബുക്കാണ് അനിത എന്ന ബുക്ക്. അനിത, ANITA, അനിത എഴുതിയത് രേണുക ഗുരുവാണ്. രേണുക ഗുരുവാണ്. അടുത്ത പ്രധാനപ്പെട്ട ബുക്കാണ് അനിത എന്ന ബുക്ക് എഴുതിയത് രേണുക ഗുരുവാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ റസ്കിൻ ബോണ്ടിന്റെ ബുക്ക് ഫുള്ളി ചിലപ്പോൾ എഴുതാൻ പറ്റിയെന്ന് വരില്ല നോട്ട്സില്. നിങ്ങൾ ഒന്നെങ്കിൽ ചുരുക്കി എഴുതി പോകുക, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിൽ ഇപ്പൊ തന്നെ എഴുതി പോകുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം നോട്ടിന്റെ PDF കിട്ടിയതിനു ശേഷം നിങ്ങൾ അത് കംപ്ലീറ്റ് എഴുതി പഠിച്ചു പോകുക. പ്രത്യേക ശ്രദ്ധിക്കുക, കാണാപ്പാടം പഠിക്കരുത്. ഇത്രയും ബുക്സിന്റെ പേര് കാണാപ്പാടം പഠിക്കാൻ പറ്റില്ല, മനസ്സിലാക്കി മാത്രം പഠിച്ചു പോകുക. കാരണം അത്രയും നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അനിത ആരാണ്? രേണുക ഗുരു. അനിത എഴുതിയത് രേണുക ഗുരു. അടുത്ത ബുക്ക് മിഡ് നൈറ്റ് ചിൽഡ്രൻ. എല്ലാവർക്കും അറിയാവുന്ന ഒരു ബുക്കാണ് മിഡ് നൈറ്റ് ചിൽഡ്രൻ. പക്ഷെ ഇതൊക്കെ ചോദിച്ചു വരുന്നുണ്ട്. ഈ ബുക്കുകളൊക്കെ റസ്കിൻ ബോണ്ടിന്റെയും RK നാരായണന്റെയും ഒക്കെ ബുക്കൊക്കെ സ്ഥിരമായി ചോദിച്ചു വരുന്നുണ്ട്. മിഡ് നൈറ്റ് ചിൽഡ്രൻ എഴുതിയത് സൽമാൻ റുഷ്ദി. ഇന്ത്യൻ ബ്രിട്ടീഷ് നോവലിസ്റ്റ് ആണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, ഇന്ത്യൻ ബ്രിട്ടീഷ് നോവലിസ്റ്റ് ആണ് സൽമാൻ റുഷ്ദി. നിങ്ങൾ പലരും വായിച്ചിട്ടുള്ള ഒരു ബുക്കായിരിക്കും മിഡ് നൈറ്റ് ചിൽഡ്രൻ, സൽമാൻ റുഷ്ദി. ഓക്കെ, മിഡ് നൈറ്റ് ചിൽഡ്രൻ, സൽമാൻ റുഷ്ദി. അടുത്ത ബുക്ക് എല്ലാവർക്കും സുപരിചിതമായ ബുക്കാണ്. മലയാളി എഴുതിയ ബുക്കാണ്. അരുന്ധതി റോയ് എഴുതിയ ബുക്കാണ് ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു ബുക്കാണ്. പക്ഷെ ഇതൊക്കെ ചോദിച്ചു വരുന്നുണ്ട്. ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എഴുതിയത് അരുന്ധതി റോയ്. ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എഴുതിയത് അരുന്ധതി റോയ്. ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, അരുന്ധതി റോയ്. ഓക്കെ, അടുത്ത ബുക്കാണ് അസുര. അസുര എന്ന ബുക്ക് നോവലാണ്. ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് പോലെ തന്നെ നോവലാണ് അസുര എന്ന ബുക്ക്. എഴുതിയത് മലയാളി എഴുത്തുകാരനായിട്ടുള്ള എറണാകുളത്തെ തൃപ്പൂണിത്തുറയിലുള്ള ആനന്ദ് നീലകണ്ഠൻ എന്ന എഴുത്തുകാരൻ എഴുതിയതാണ് അസുര എന്ന ഇംഗ്ലീഷ് ബുക്കാണ്. അസുര, ആനന്ദ് നീലകണ്ഠൻ. ഇംഗ്ലീഷിലാണ് ആ ബുക്ക് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അസുര എന്ന ബുക്ക് എഴുതിയത് ആനന്ദ് നീലകണ്ഠൻ എന്ന ഓതറാണ് എഴുതിയത് അസുര എന്ന ബുക്ക്. ഓക്കെ, അടുത്തത് ദ ബ്ലൂ അംബ്രല്ല എഴുതിയത് റസ്കിൻ ബോണ്ട് ആണ്. ദ ബ്ലൂ അംബ്രല്ല എന്ന ബുക്ക് എഴുതിയത്
റസ്കിൻ ബോണ്ട് ആണ്. ഓക്കെ, ശ്രദ്ധിക്കുക. ദ ബ്ലൂ അംബ്രല്ല, ആനന്ദ് നീലകണ്ഠൻ എഴുതിയത് ഏതാണ്? അസുര. ആനന്ദ് നീലകണ്ഠൻ എഴുതിയ ബുക്കാണ് അസുര. തൃപ്പൂണിത്തുറ, എറണാകുളം തൃപ്പൂണിത്തുറയിലുള്ള ആനന്ദ് നീലകണ്ഠൻ എഴുതിയ ബുക്കാണ് അസുര. പിന്നെ അടുത്ത ബുക്ക് ഏതാണ് നമ്മൾ പഠിച്ചത്? ദ ബ്ലൂ അംബ്രല്ല എഴുതിയത് റസ്കിൻ ബോണ്ട് ആണ്. ദ ബ്ലൂ അംബ്രല്ല എഴുതിയത് റസ്കിൻ ബോണ്ട് ആണ്. ദ ബ്ലൂ അംബ്രല്ല. ഓക്കെ, അടുത്ത ബുക്ക് ബിസിനസ് അറ്റ് സ്പീഡ് ഓഫ് തോട്ട്. ഒരു പക്ഷെ നിങ്ങൾ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ വായിച്ചിട്ടുള്ള ബുക്കായിരിക്കും ഇത്. ബിസിനസ് അറ്റ് സ്പീഡ് ഓഫ് തോട്ട് എഴുതിയത് ബിൽ ഗേറ്റ്സ് ആണ്. അറിയാലോ, ബിൽ ഗേറ്റ്സ് ആണ് എഴുതിയത്. ബിസിനസ് അറ്റ് സ്പീഡ് ഓഫ് തോട്ട് എഴുതിയത് ബിൽ ഗേറ്റ്സ് ആണ്. ബിസിനസ് അറ്റ് സ്പീഡ് ഓഫ് തോട്ട് എന്ന ബുക്ക് എഴുതിയത് ബിൽ ഗേറ്റ്സ് ആണ്. ശ്രദ്ധിക്കുക, ബിസിനസ് അറ്റ് സ്പീഡ് ഓഫ് തോട്ട് എന്ന ബുക്ക് എഴുതിയത് ബിൽ ഗേറ്റ്സ് ആണ്. ബിസിനസ് അറ്റ് സ്പീഡ് ഓഫ് തോട്ട്, ബിൽ ഗേറ്റ്സ്. ഓക്കെ, അടുത്ത ബുക്ക് ട്രെയിൻ ടു പാകിസ്ഥാൻ. വിവാദമായ പ്രശസ്തമായ ഒരു ബുക്കാണിത്. ട്രെയിൻ ടു പാകിസ്ഥാൻ. ട്രെയിൻ ടു പാകിസ്ഥാൻ എഴുതിയത് ആരാണ്? ഖുഷ്വന്ത് സിംഗ് ആണ്. ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന ബുക്ക് എഴുതിയത് ഖുഷ്വന്ത് സിംഗ് ആണ്. അദ്ദേഹം പ്രശസ്തനായ എഴുത്തുകാരനാണെന്ന് നിങ്ങൾക്കറിയാം. അത് കൂടാതെ തന്നെ അദ്ദേഹം ഒരു ലോയർ കൂടിയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഖുഷ്വന്ത് സിംഗ് ആണ് എഴുതിയത് ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന പുസ്തകം. ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഖുഷ്വന്ത് സിംഗ് ആണ്. ട്രെയിൻ ടു പാകിസ്ഥാൻ, ഖുഷ്വന്ത് സിംഗ്. ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന ബുക്ക് എഴുതിയത് ഖുഷ്വന്ത് സിംഗ്. അടുത്ത ബുക്ക് ദ പാലസ് ഓഫ് ഇല്യൂഷൻസ്. അടുത്ത ബുക്ക് ദ പാലസ് ഓഫ് ഇല്യൂഷൻസ്. ദ പാലസ് ഓഫ് ഇല്യൂഷൻസ് എന്ന ബുക്ക് എഴുതിയത് ചിത്ര ബാനർജി ദിവകരുണി എന്ന ഓതറാണ്. ചിത്ര ബാനർജി എന്ന് പഠിച്ചാൽ മതി. ദ പാലസ് ഓഫ് ഇല്യൂഷൻസ് എഴുതിയത് ചിത്ര ബാനർജി. ദ പാലസ് ഓഫ് ഇല്യൂഷൻസ് എന്ന ബുക്ക് എഴുതിയത് ചിത്ര ബാനർജിയാണ്. പാലസ് ഓഫ് ഇല്യൂഷൻസ് എഴുതിയത് ചിത്ര ബാനർജിയാണ്. ഇന്ത്യൻ അമേരിക്കൻ ഓതറാണ്. കൊൽക്കത്തയിൽ ബോൺ ചെയ്ത ഓതറാണ് ചിത്ര ബാനർജി. ദ പാലസ് ഓഫ് ഇല്യൂഷൻസ്, ചിത്ര ബാനർജി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ബുക്ക് സെറ്റ് ഓഫ് ബുക്കിലേക്ക് കിടക്കാം. ദ പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ. പ്രശസ്തമായ ബുക്കാണ്. പ്രശസ്തമായ സ്കോളർ എഴുതിയ, ഒരു പ്രശസ്തമായ എഴുത്തുകാരൻ എഴുതിയ, നമ്മുടെ MP കൂടെയായ ശശി തരൂർ എഴുതിയ ബുക്കാണ് ദ പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ. പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ എഴുതിയത് ശശി തരൂർ. ബുക്കിന്റെ പേരാണ് ദ പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ. ദ പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ എഴുതിയത് ശശി തരൂർ. ദ പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ എഴുതിയത് ശശി തരൂർ. ഓക്കെ, അടുത്ത ബുക്ക് ഇത് പല സ്ഥലങ്ങളിൽ ഞാൻ കണ്ട ഒരു ബുക്കാണ് കേട്ടോ. അപ്പൊ അത്രയും പ്രാധാന്യമുണ്ട്. കാരണം ഇത് ഇപ്പോഴത്തെ കറന്റിലെ ആയിട്ടുള്ള സെൻട്രൽ ഹോം മിനിസ്റ്റർ ആയിട്ടുള്ള അമിത്ഷാ എഴുതിയ ബുക്കാണ്. അപ്പൊ ഒരുപക്ഷെ ചിലപ്പോൾ ചോദിച്ചേക്കാം. ഓക്കെ, കാരണം അത്ര ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ വഹിക്കുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ബുക്കാണ് കർമ്മയോധ ഗ്രന്ഥ്. കർമ്മയോധ ഗ്രന്ഥ് എന്ന ബുക്ക് എഴുതിയത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. അമിത്ഷായാണ് എഴുതിയത്. ഓക്കെ, കർമ്മയോധ ഗ്രന്ഥ്. കർമ്മയോധയാണ് കേട്ടോ, യോധ. സിനിമയില്ലേ യോധ, മലയാള സിനിമ. അതുപോലെ തന്നെ കർമ്മയോധ ഗ്രന്ഥ് എഴുതിയത് അമിത്ഷായാണ്. ഒന്നാമത്തേത് പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ എഴുതിയത് ആരാണ്? ശശി തരൂർ. കർമ്മയോധ ഗ്രന്ഥ് എഴുതിയതാരാണ്? എഴുതിയതുമല്ല, എഴുതിയതാരാണ്? അമിത്ഷാ. കർമ്മയോധ ഗ്രന്ഥ് അമിത്ഷാ. ഓക്കെ, അടുത്തത് ഇന്ത്യൻ ഫിസിക്കൽ ഫെഡറലിസം. ഇന്ത്യൻ ഫിസിക്കൽ, മറ്റ് ഫിസിക്കൽ അല്ല,
FISCAL ആണ്. ഓക്കെ, FISCAL ആണ് ഇന്ത്യൻ ഫിസിക്കൽ ഫെഡറലിസം. മറ്റേ ഫിസിക്കൽ അല്ല കേട്ടോ, ഇന്ത്യൻ ഫിസിക്കൽ ഫെഡറലിസം എഴുതിയത് ആരാണ്? ഡോക്ടർ YV റെഡ്ഡി. IAS ഓഫീസർ ആയിരുന്ന പ്രശസ്തനായ ഇന്ത്യൻ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ YV റെഡ്ഡി ആണ് എഴുതിയത് ഇന്ത്യൻ ഫിസിക്കൽ ഫെഡറലിസം. ബുക്കിന്റെ പേര് ഇന്ത്യൻ ഫിസിക്കൽ ഫെഡറലിസം. ബുക്കിന്റെ പേര് ഇന്ത്യൻ ഫിസിക്കൽ ഫെഡറലിസം. ബുക്കിന്റെ പേര് ഇന്ത്യൻ ഫിസിക്കൽ ഫെഡറലിസം. എഴുതിയത് ഡോക്ടർ YV റെഡ്ഡിയാണ്. എഴുതിയത് ഡോക്ടർ YV റെഡ്ഡിയാണ്. ഓക്കെ, അടുത്ത ബുക്ക് ദ തേർഡ് പില്ലർ. അടുത്ത ബുക്കിന്റെ പേര് ദ തേർഡ് പില്ലർ. ദ തേർഡ് പില്ലർ എഴുതിയത് രഘുറാം രാജനാണ്. ഫോമർ RBI ഗവർണർ ആയിട്ടുള്ള രഘുറാം രാജനാണ് ദ തേർഡ് പില്ലർ എന്ന ബുക്ക് എഴുതിയത്. ദ തേർഡ് പില്ലർ എഴുതിയത് രഘുറാം രാജനാണ്. ദ തേർഡ് പില്ലർ രഘുറാം രാജൻ, ഫോമർ RBI ഗവർണർ. അടുത്ത എക്സാം വാരിയേഴ്സ് എന്ന ബുക്കാണ്. എഴുതിയത് നരേന്ദ്രമോദിയാണ്. ശ്രദ്ധിക്കുക, എക്സാം വാരിയേഴ്സ് എന്ന ബുക്ക് എഴുതിയത് നരേന്ദ്രമോദിയാണ്. എക്സാം വാരിയേഴ്സ് നരേന്ദ്രമോദി. ശ്രദ്ധിക്കുക, എക്സാം വാരിയേഴ്സ് നരേന്ദ്രമോദി. എക്സാം വാരിയേഴ്സ് നരേന്ദ്രമോദി. അടുത്ത ബുക്ക് എവരി വോട്ട് കൗണ്ട്സ് ദ സ്റ്റോറി ഓഫ് ഇന്ത്യസ് എലക്ഷൻസ്. എഴുതുക, എവരി വോട്ട് കൗണ്ട്സ് ദ സ്റ്റോറി ഓഫ് ഇന്ത്യസ് എലക്ഷൻസ്. എവരി വോട്ട് കൗണ്ട്സ് ദ സ്റ്റോറി ഓഫ് ഇന്ത്യസ് എലക്ഷൻസ്. ശ്രദ്ധിക്കുക, എവരി വോട്ട് കൗണ്ട്സ് ദ സ്റ്റോറി ഓഫ് ഇന്ത്യസ് എലക്ഷൻ. എഴുതിയത് ഫോമർ ഇലക്ഷൻ കമ്മീഷണർ ആയിട്ടുള്ള നവീൻ ചൗളയാണ്. ഫോമർ ഇലക്ഷൻ കമ്മീഷണർ ആയിട്ടുള്ള നവീൻ ചൗളയാണ് ഈ ബുക്ക് എഴുതിയിട്ടുള്ളത്. എവരി വോട്ട് കൗണ്ട്സ് ദ സ്റ്റോറി ഓഫ് ഇന്ത്യസ് എലക്ഷൻസ്. എവരി വോട്ട് കൗണ്ട്സ് ദ സ്റ്റോറി ഓഫ് ഇന്ത്യസ് എലക്ഷൻസ്. എവരി വോട്ട് കൗണ്ട്സ് ദ സ്റ്റോറി ഓഫ് ഇന്ത്യസ് എലക്ഷൻസ് എന്ന ബുക്ക് എഴുതിയത് നവീൻ ചൗളയാണ്. എവരി വോട്ട് കൗണ്ട്സ് ദ സ്റ്റോറി ഓഫ് ഇന്ത്യസ് എലക്ഷൻസ് ബുക്ക് എഴുതിയത് നവീൻ ചൗള, ഫോമർ ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ആണ് ആ ബുക്ക് എഴുതിയത്. അടുത്ത ബുക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ് പൂനാച്ചി ഓർ ദ സ്റ്റോറി ഓഫ് എ ബ്ലാക്ക് ഗോട്ട്. പൂനാച്ചി ഓർ ദ സ്റ്റോറി ഓഫ് എ ബ്ലാക്ക് ഗോട്ട് എഴുതിയത് ആരാണ്? നിങ്ങൾക്ക് ഒരു അക്ഷരായിരിക്കും. പെരുമാൾ മുരുകൻ, തമിഴ്നാട്ടിൽ നിന്നുള്ള. അടുത്തിടെ എഴുത്ത് നിർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് പ്രതിഷേധ സൂചകമായി എഴുത്ത് നിർത്തി എന്നൊക്കെ പറഞ്ഞ ഒരു ഓതർ ഉണ്ടല്ലോ, പെരുമാൾ മുരുകൻ. അദ്ദേഹത്തിന്റെ ബുക്കാണ് പൂനാച്ചി ഓർ ദ സ്റ്റോറി ഓഫ് എ ബ്ലാക്ക് ഗോട്ട്. എഴുതിയെടുക്കുക, പൂനാച്ചി ഓർ ദ സ്റ്റോറി ഓഫ് എ ബ്ലാക്ക് ഗോട്ട്. പൂനാച്ചി ഓർ ദ സ്റ്റോറി ഓഫ് എ ബ്ലാക്ക് ഗോട്ട്. ബ്ലാക്ക് ഗോട്ട് എഴുതിയത് പെരുമാൾ മുരുകനാണ്. അടുത്ത ബുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള വെങ്കയ്യ നായിഡു എഴുതിയത് കൊണ്ടാണ് അതിന് പ്രാധാന്യം കൂടുന്നത്. ലിസണിംഗ്, ലേണിംഗ് ആൻഡ് ലീഡിംഗ് എന്ന ബുക്ക് എഴുതിയത് വെങ്കയ്യ നായിഡു ആണ്. ലിസണിംഗ്, ലേണിംഗ് ആൻഡ് ലീഡിംഗ് എന്ന ബുക്ക് എഴുതിയത് വെങ്കയ്യ നായിഡു ആണ്. ലിസണിംഗ്, ലേണിംഗ് ആൻഡ് ലീഡിംഗ് എന്ന ബുക്ക് എഴുതിയത് വെങ്കയ്യ നായിഡു ആണ്. ലിസണിംഗ്, ലേണിംഗ് ആൻഡ് ലീഡിംഗ് എന്ന ബുക്ക് എഴുതിയത് വെങ്കയ്യ നായിഡു ആണ്. അടുത്ത ബുക്ക് എഴുതിയത് റിബൽ. ഈ ബുക്ക് ആരുടെ ബയോഗ്രഫിയാണ്? രാം ജെത്മലാനി എന്ന ഇന്ത്യൻ പൊളിറ്റീഷ്യനും ഫേമസ് ആയിട്ടുള്ള സീനിയർ ആയിട്ടുള്ള ലോയർ ആയിട്ടുള്ള രാം ജെത്മലാനി എഴുതിയ ബുക്കാണ് റിബൽ. രാം ജെത്മലാനി എഴുതിയ ബുക്കാണ് റിബൽ,
ദ റിബൽ ആണ് കേട്ടോ. ദ റിബൽ രാം ജത്മലാനി എന്ന ഫേമസ് ഇന്ത്യൻ ലോയറും പൊളിറ്റീഷ്യനും എഴുതിയ ബുക്കാണ് ദ റിബൽ, രാം ജത്മലാനി. ഓക്കെ, അടുത്ത ബുക്ക് ഡിഫൈനിങ് ഇന്ത്യ ത്രൂ ദെയർ ഐസ്. ഡിഫൈനിങ് ഇന്ത്യ ത്രൂ ദെയർ ഐസ്. ഒന്നുകൂടി പറയാം, ഡിഫൈനിങ് ഇന്ത്യ ത്രൂ ദെയർ ഐസ്. എഴുതിയത് സോണിയ സിംഗ് ആണ്. എഴുതിയത് സോണിയ സിംഗ് ആണ്. ഡിഫൈനിങ് ഇന്ത്യ ത്രൂ ദെയർ ഐസ് എഴുതിയത് സോണിയ സിംഗ് ആണ്. അടുത്ത ബുക്ക് വി ആർ ഡിസ്പ്ലേസ്ഡ്. വളരെ പ്രധാനപ്പെട്ട ബുക്കാണ്. മലാല യൂസഫ്സായി എഴുതിയ ബുക്കാണ് വി ആർ ഡിസ്പ്ലേസ്ഡ് എന്ന ബുക്ക്. മലാല യൂസഫ്സായി എഴുതിയ ബുക്കാണ് വി ആർ ഡിസ്പ്ലേസ്ഡ് എന്ന ബുക്ക്. മലാല യൂസഫ്സായി വി ആർ ഡിസ്പ്ലേസ്ഡ്. അറിയാലോ മലാല യൂസഫ്സായിനെ, പാകിസ്ഥാനി ആക്ടിവിസ്റ്റ് ആണ്, നോബൽ പീസ് പ്രൈസ് വിന്നർ കൂടിയാണ്. മലാല യൂസഫ്സായി വി ആർ ഡിസ്പ്ലേസ്ഡ് എന്ന ബുക്ക് എഴുതിയത് മലാല യൂസഫ്സായി ആണ്. ഓക്കെ, അടുത്തത് ദ റൂൾ ബ്രേക്കേഴ്സ് എന്ന ബുക്ക് എഴുതിയത് ആരാണ്? ദ റൂൾ ബ്രേക്കേഴ്സ്. ദ റൂൾ ബ്രേക്കേഴ്സ് എന്ന ബുക്ക് എഴുതിയത് പ്രീതി ഷെണായി ആണ്. ദ റൂൾ ബ്രേക്കേഴ്സ് എന്ന ബുക്ക് എഴുതിയത് ആരാണ്? റൂൾ ബ്രേക്കേഴ്സ് എന്ന ബുക്ക് എഴുതിയത് പ്രീതി ഷെണായി ആണ്. ദ റൂൾ ബ്രേക്കേഴ്സ് എഴുതിയത് പ്രീതി ഷെണായി ആണ്. ദ റൂൾ ബ്രേക്കേഴ്സ് എഴുതിയത്. അടുത്ത ബുക്ക് കോഡ്സ് ഓഫ് ഇന്ത്യ. ഇമ്പോർട്ടന്റ് ആയ ഒരു ബുക്കാണ് കേട്ടോ. കോഡ്സ് ഓഫ് ഇന്ത്യ എഴുതിയത് ഇന്ത്യയുടെ 46ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന രഞ്ജൻ ഗൊഗോയ് എഴുതിയ ബുക്കാണ് കോഡ്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ 46ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന രഞ്ജൻ ഗൊഗോയ് എഴുതിയ ബുക്കാണ് കോഡ്സ് ഓഫ് ഇന്ത്യ. കോഡ്സ് ഓഫ് ഇന്ത്യ, രഞ്ജൻ ഗൊഗോയ്. ഇമ്പോർട്ടന്റ് ആയ ബുക്കാണ് കേട്ടോ. കോഡ്സ് ഓഫ് ഇന്ത്യ, രഞ്ജൻ ഗൊഗോയ്. അടുത്തത് ചേഞ്ചിങ് ഇന്ത്യ. ഡോക്ടർ മൻമോഹൻ സിംഗ്, ഫോമർ പ്രൈം മിനിസ്റ്റർ, ഫോമർ ഫിനാൻസ് മിനിസ്റ്റർ എഴുതിയ ബുക്കാണ് ചേഞ്ചിങ് ഇന്ത്യ, ഡോക്ടർ മൻമോഹൻ സിംഗ്. ചേഞ്ചിങ് ഇന്ത്യ, ഡോക്ടർ മൻമോഹൻ സിംഗ്. ചേഞ്ചിങ് ഇന്ത്യ എന്ന ബുക്ക് എഴുതിയത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. ചേഞ്ചിങ് ഇന്ത്യ. ഓക്കെ, അടുത്ത ബുക്ക് മൈ ജേണി, ഡോക്ടർ APJ അബ്ദുൽ കലാം. മൈ ജേണി എഴുതിയത് ഡോക്ടർ APJ അബ്ദുൽ കലാം. മൈ ജേണി എന്ന ബുക്ക് എഴുതിയത് ഡോക്ടർ APJ അബ്ദുൽ കലാം. ഓക്കെ, അത് കിട്ടിയല്ലോ, എഴുതാൻ സമയം കിട്ടിയല്ലോ. അടുത്തത് എഴുതിയത് മൈൻഡ് മാസ്റ്റർ. മൈൻഡ് മാസ്റ്റർ, മൈൻഡ് മാസ്റ്റർ. ഓക്കെ, മൈൻഡ് മാസ്റ്റർ വിശ്വനാഥൻ ആനന്ദ് ആൻഡ് സൂസൻ നൈനാർ. മൈൻഡ് മാസ്റ്റർ എന്ന ബുക്ക് എഴുതിയത് വിശ്വനാഥൻ ആനന്ദ് ആൻഡ് സൂസൻ നൈനാൻ ആണ്. മൈൻഡ് മാസ്റ്റർ എന്ന ബുക്ക് എഴുതിയത്. മൈൻഡ് മാസ്റ്റർ എന്ന ബുക്ക് എഴുതിയത് ആരാണ്? വിശ്വനാഥൻ ആനന്ദ് ആൻഡ് സൂസൻ നൈനാൻ. ഓക്കെ, അടുത്ത ബുക്ക് അൺഡോണ്ടഡ്. DAUNTED. അൺഡോണ്ടഡ്. UNDAUNTED. അൺഡോണ്ടഡ് സേവിംഗ് ദ ഐഡിയ ഓഫ് ഇന്ത്യ എഴുതിയത് P. ചിദംബരമാണ്. ഓക്കെ, പൊളിറ്റീഷ്യൻ ആയിട്ടുള്ള അദ്ദേഹം പൊളിറ്റീഷ്യൻ മാത്രമല്ല, അദ്ദേഹം പ്രശസ്തനായ ഒരു അഡ്വക്കേറ്റ് കൂടിയാണ് P. ചിദംബരം. ഡോണ്ടഡ് സേവിംഗ് ദ ഐഡിയ ഓഫ് ഇന്ത്യ എഴുതിയത് P. ചിദംബരമാണ്. അൺഡോണ്ടഡ് സേവിംഗ് ദ ഐഡിയ ഓഫ് ഇന്ത്യ എഴുതിയത് P. ചിദംബരമാണ്. അൺഡോണ്ടഡ് കേട്ടോ, അൺഡോണ്ടഡ്. അൺഡോണ്ടഡ് സേവിംഗ് ദ ഐഡിയ ഓഫ് ഇന്ത്യ എന്ന ബുക്ക് എഴുതിയത് P. ചിദംബരമാണ്. ഓക്കെ, അൺഡോണ്ടഡ് സേവിംഗ് ദ ഐഡിയ ഓഫ് ഇന്ത്യ എന്ന ബുക്ക് എഴുതിയത് P. ചിദംബരമാണ്. ഓക്കെ, അടുത്ത ബുക്ക് അൺസ്റ്റോപ്പബിൾ മൈ ലൈഫ് സോ ഫാർ. അടുത്ത ബുക്കിന്റെ പേര് അൺസ്റ്റോപ്പബിൾ മൈ ലൈഫ് സോ ഫാർ. അൺസ്റ്റോപ്പബിൾ മൈ ലൈഫ് സോ ഫാർ എഴുതിയത് മരിയ ഷറപ്പോവയാണ്.
അതായത് റഷ്യൻ ടെന്നീസ് പ്ലെയർ ആയിട്ടുള്ള മരിയ ഷറപ്പോവയാണ് അൺസ്റ്റോപ്പബിൾ മൈ ലൈഫ് സോഫാർ എന്ന ബുക്ക് എഴുതിയത്. അൺസ്റ്റോപ്പബിൾ മൈ ലൈഫ് സോഫാർ എന്ന ബുക്ക് എഴുതിയത് മരിയ ഷറപ്പോവയാണ്. അൺസ്റ്റോപ്പബിൾ മൈ ലൈഫ് സോഫാർ മരിയ ഷറപ്പോവ. അടുത്ത ഇംപെർഫെക്റ്റ് എഴുതിയത് സഞ്ജയ് മാഞ്ചറേക്കർ. ഫേമസ് ക്രിക്കറ്റർ ആയിട്ടുള്ള സഞ്ജയ് മാഞ്ചറേക്കർ ആണ് ഇംപെർഫെക്റ്റ്. നിങ്ങൾ ഒരു പക്ഷെ കേട്ടിട്ടുണ്ടാവും, ഒരു പക്ഷെ വായിച്ചിട്ടുണ്ടാവും. ഇംപെർഫെക്റ്റ് എന്ന ബുക്ക് എഴുതിയത് ഫേമസ് ബുക്കാണ് സഞ്ജയ് മാഞ്ചറേക്കർ ആണ്. മാഞ്ചറേക്കർ അദ്ദേഹം ഫേമസ് ക്രിക്കറ്ററാണ്, ക്രിക്കറ്റ് പ്ലെയർ ആണ്, ഇന്ത്യൻ ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു. ഇംപെർഫെക്റ്റ് സഞ്ജയ് മാഞ്ചറേക്കർ. ഇംപെർഫെക്റ്റ് സഞ്ജയ് മാഞ്ചറേക്കർ. അടുത്തത് മൈ ജേർണി ഫ്രം മാർക്സിസം ലെനിനിസം ടു നെഹ്റുവിയൻ സോഷ്യലിസം. ചോദിച്ചു വന്നിട്ടുള്ളൊരു ബുക്കാണ് കേട്ടോ, ചോദിച്ചു കണ്ടിട്ടുള്ളൊരു ബുക്കാണ്. മൈ ജേർണി ഫ്രം മാർക്സിസം ലെനിനിസം ടു നെഹ്റുവിയൻ സോഷ്യലിസം. മൈ ജേർണി ഫ്രം മൈ ജേർണി ഫ്രം മാർക്സിസം ലെനിനിസം ടു നെഹ്റുവിയൻ സോഷ്യലിസം എഴുതിയത് CH ഹനുമന്തറാവു. CH ഹനുമന്ത CH ഹനുമന്തറാവു ആണ് ആ ബുക്ക് എഴുതിയത്. മൈ ജേർണി ഫ്രം മാർക്സിസം ലെനിനിസം ടു നെഹ്റുവിയൻ സോഷ്യലിസം എഴുതിയത് CH ഹനുമന്ത റാവു ആണ്. മൈ ജേർണി ഫ്രം മാർക്സിസം ലെനിനിസം ടു നെഹ്റുവിയൻ സോഷ്യലിസം എഴുതിയത് ഹനുമന്ത റാവു ആണ്. മൈ ജേർണി ഫ്രം മാർക്സിസം ലെനിനിസം ടു നെഹ്റുവിയൻ സോഷ്യലിസം ഹനുമന്ത റാവു ആണ് അത് എഴുതിയത്. അടുത്തത് ഇന്ത്യൻ കൾച്ചേഴ്സ് ആസ് ഹെറിറ്റേജ് എഴുതിയ ബുക്ക്. ഇന്ത്യൻ കൾച്ചേഴ്സ് ആസ് ഹെറിറ്റേജ്. ഇന്ത്യൻ കൾച്ചേഴ്സ് ആസ് ഹെറിറ്റേജ് എന്ന ബുക്ക് എഴുതിയത് ആരാണ്? ഇന്ത്യൻ കൾച്ചേഴ്സ് ആസ് ഹെറിറ്റേജ് എന്ന ബുക്ക് എഴുതിയത് ഫോമർ JNUവിലെ പ്രൊഫസർ ആയിട്ടുള്ള പ്രശസ്തയായിട്ടുള്ള ഇന്ത്യൻ ഹിസ്റ്റോറിയനാണ് റോമില താപ്പർ. THAPER. താപ്പർ. റോമില താപ്പർ ആണ് ആ ബുക്ക് എഴുതിയിട്ടുള്ളത്. ഇന്ത്യൻ കൾച്ചേഴ്സ് ആസ് ഹെറിറ്റേജ് എന്ന ബുക്ക് എഴുതിയത് റോമില താപ്പർ ആണ്. ഇന്ത്യൻ കൾച്ചേഴ്സ് ആസ് ഹെറിറ്റേജ് എഴുതിയത് റോമില താപ്പർ ആണ്. ഓക്കെ, അടുത്ത ബുക്ക് 281 ആൻഡ് ബിയോണ്ട്. 281 ആൻഡ് ബിയോണ്ട് എഴുതിയത് ഫോമർ ഇന്ത്യൻ ക്രിക്കറ്റർ ആയിട്ടുള്ള VVS ലക്ഷ്മൺ ആണ്. ടെസ്റ്റ് പ്ലെയർ, ക്രിക്കറ്റ് പ്ലെയർ ഒക്കെ ആയിരുന്നു VVS ലക്ഷ്മൺ ആണ്. 281 ആൻഡ് ബിയോണ്ട് എഴുതിയത് VVS ലക്ഷ്മൺ ആണ്. 281 ആൻഡ് ബിയോണ്ട് എന്ന ബുക്ക് എഴുതിയത് VVS ലക്ഷ്മൺ. 281 ആൻഡ് ബിയോണ്ട് VVS ലക്ഷ്മൺ. അടുത്ത ബുക്ക് ദ കൊയാലിഷൻ ഇയേഴ്സ്. ദ കൊയാലിഷൻ ഗവൺമെന്റ് പറയല്ലേ, കൂട്ട് മന്ത്രിസഭ എന്നൊക്കെ പറയുന്നത് നമ്മള്. കൊയാലിഷൻ ഇയേഴ്സ് പ്രണബ് മുഖർജി എഴുതിയത് പ്രണബ് മുഖർജി. കൊയാലിഷൻ ഇയേഴ്സ് എഴുതിയത് പ്രണബ് മുഖർജി. ഓക്കെ, ദ കൊയാലിഷൻ ഇയേഴ്സ് എന്ന ബുക്ക് എഴുതിയത് പ്രണബ് മുഖർജിയാണ്. കൊയാലിഷൻ ഇയേഴ്സ് എന്ന ബുക്ക് എഴുതിയത് പ്രണബ് മുഖർജിയാണ്. എവല്യൂഷൻ എന്ന ബുക്ക് എഴുതിയത് ആരാണ്? എവല്യൂഷൻ ഇമ്മാനുവൽ മാക്രോൺ. ആരാണ് ഇമ്മാനുവൽ മാക്രോൺ? ഫ്രഞ്ച് പ്രസിഡന്റ് ആണ് ഇമ്മാനുവൽ മാക്രോൺ. എവല്യൂഷൻ എന്ന ബുക്ക് എഴുതിയത് ഇമ്മാനുവൽ മാക്രോൺ ആണ്. എവല്യൂഷൻ എന്ന ബുക്ക് എഴുതിയത് ഇമ്മാനുവൽ മാക്രോൺ ആണ്. എവല്യൂഷൻ ഇമ്മാനുവൽ മാക്രോൺ. അടുത്തത് വൈ ഐ ആം ഹിന്ദു. ശശി തരൂർ എഴുതിയത് ശശി തരൂർ. വൈ ഐ ആം ഹിന്ദു എഴുതിയത് ശശി തരൂർ ആണ്. വൈ ഐ ആം ഹിന്ദു എഴുതിയത് ആരാണ്? ശശി തരൂർ ആണ്. ഓക്കെ, അടുത്തത് കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് എഴുതിയത് സുനിത നാരായൺ ആണ്. അടുത്ത ബുക്ക് കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് എഴുതിയത് സുനിത നാരായണനാണ്. കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് എഴുതിയത് സുനിത നാരായണനാണ്. ഫേമസ് ഇന്ത്യൻ എൻവയോൺമെന്റലിസ്റ്റ് ആണ്. സുനിത നാരായൺ ഫേമസ് ഇന്ത്യൻ എൻവയോൺമെന്റലിസ്റ്റ് ആണ്.
കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എഴുതിയത് സുനിത നാരായണനാണ്. അവർ ഫേമസ് ഇന്ത്യൻ എൻവയോൺമെന്റലിസ്റ്റ് ആണ്. ഓക്കെ, അടുത്ത ബുക്ക് ദ ഗോട്ട് തീഫ് എഴുതിയത് പെരുമാൾ മുരുകനാണ്. ദ ഗോട്ട് തീഫ് എന്ന ബുക്ക് എഴുതിയത് പെരുമാൾ മുരുകനാണ്. ദ ഗോട്ട് തീഫ് പെരുമാൾ മുരുകൻ. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയ ബുക്കാണ് മാതോശ്രീ. മാതോശ്രീ SHREE മാതോശ്രീ. മാതോശ്രീ എഴുതിയത് സുമിത മഹാജനാണ്, ഫോമർ സ്പീക്കർ ഓഫ് ലോക്സഭ. മാതോശ്രീ എഴുതിയത് സുമിത മഹാജനാണ്, ഫോമർ സ്പീക്കർ ഓഫ് ലോക്സഭ. മാതോശ്രീ. മാതോശ്രീ. അടുത്ത ബുക്ക് ഇൻസൈഡ് പാർലമെന്റ് വ്യൂസ് ഫ്രം ദ ഫ്രണ്ട് റോ. ഇൻസൈഡ് പാർലമെന്റ് വ്യൂസ് ഫ്രം ദ ഫ്രണ്ട് റോ. ഇൻസൈഡ് പാർലമെന്റ് വ്യൂസ് ഫ്രം ദ ഫ്രണ്ട് റോ എഴുതിയത് ഡെറക് ഒബ്രീൻ. ഡെറക് ഒരു MP ആണ്, MP യുടെ പേരാണ്. അദ്ദേഹം വെസ്റ്റ് ബംഗാൾ MP ആണ്. ഡെറക് ഒബ്രീൻ. ഡെറക് ഒബ്രീൻ. ഓക്കെ, ഇന്ത്യൻ പാർലമെന്റ് വ്യൂസ് ഫ്രം ദ ഫ്രണ്ട് റോ എഴുതിയത് ഡെറക് ഒബ്രീൻ ആണ്. ഇന്ത്യൻ പാർലമെന്റ് വ്യൂസ് ഫ്രം ദ ഫ്രണ്ട് റോ എഴുതിയത് ഡെറക് ഒബ്രീൻ ആണ്. ഓക്കെ, അടുത്തത് സിറ്റിസൺ ഡൽഹി. അതിനുശേഷം ഈ ചിഹ്നം സിറ്റിസൺ ഡൽഹി, ഈ സിമ്പിൾ മൈ ടൈംസ് മൈ ലൈഫ്. സിറ്റിസൺ ഡൽഹി മൈ ടൈംസ് മൈ ലൈഫ് എഴുതിയത് ഫോമർ ചീഫ് മിനിസ്റ്റർ ഓഫ് ഡൽഹി ആൻഡ് പൊളിറ്റീഷ്യൻ, ഫോമർ ഗവർണർ ഓഫ് കേരള ഷീല ദീക്ഷിത് ആണ്. ഓക്കെ, സിറ്റിസൺ ഡൽഹി മൈ ടൈംസ് മൈ ലൈഫ് എഴുതിയത് ഷീല ദീക്ഷിത് ആണ്. സിറ്റിസൺ ഡൽഹി മൈ ടൈംസ് മൈ ലൈഫ് എഴുതിയത് ഷീല ദീക്ഷിത് ആണ്. അടുത്ത ബുക്ക് എ സെഞ്ചുറി ഈസ് നോട്ട് ഇനഫ്, സൗരവ് ഗാംഗുലി. എ സെഞ്ചുറി ഈസ് നോട്ട് ഇനഫ് എഴുതിയത് സൗരവ് ഗാംഗുലി. എ സെഞ്ചുറി ഈസ് നോട്ട് ഇനഫ് എഴുതിയത് സൗരവ് ഗാംഗുലി. അടുത്തത് വാട്ട് ഹാപ്പൻഡ് എന്ന ബുക്ക്. വാട്ട് ഹാപ്പൻഡ് എന്ന ബുക്ക്. വാട്ട് ഹാപ്പൻഡ് എന്ന ബുക്ക് ഹിലറി ക്ലിന്റൺ ആണ്, ഫോമർ US സെക്രട്ടറി ആയിരുന്നു ഹിലറി ക്ലിന്റൺ. വാട്ട് ഹാപ്പൻഡ് ഹിലറി ക്ലിന്റൺ. ഓക്കെ, വാട്ട് ഹാപ്പൻഡ് എന്ന ബുക്ക് എഴുതിയത് ഹിലറി ക്ലിന്റൺ ആണ്, ഫോമർ US സെക്രട്ടറി ആണ്. വാട്ട് ഹാപ്പൻഡ് ഹിലറി ക്ലിന്റൺ. ഓക്കെ, അടുത്തത് ഓക്കെ അറിയാലോ, മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ് എഴുതിയത് ആരാണ്? അരുന്ധതി റോയ് ആണ്. ദ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ് എഴുതിയത് അരുന്ധതി റോയ് ആണ്. ദ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ് എന്ന ബുക്ക് എഴുതിയത് അരുന്ധതി റോയ് ആണ്. മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ് എന്ന ബുക്ക് എഴുതിയത് ആരാണ്? അരുന്ധതി റോയ് ആണ്. മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ്. നിങ്ങൾക്ക് ഇപ്പൊ എഴുതാൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട, ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക, അതിനുശേഷം പറഞ്ഞു നോക്കുക, ശേഷം നോട്ട് കിട്ടുമ്പോൾ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ് എഴുതിയത് അരുന്ധതി റോയ് ആണ്. ദ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ് എഴുതിയത് അരുന്ധതി റോയ് ആണ്. ഓക്കെ, അടുത്ത ഇന്ദിരാഗാന്ധി എ ലൈഫ് ഇൻ നേച്ചർ എഴുതിയത് ജയറാം രമേശ് ആണ്, ഫോമർ സെൻട്രൽ മിനിസ്റ്റർ ആണ്. അദ്ദേഹം ഒരു എൻവയോൺമെന്റലിസ്റ്റ് കൂടിയാണ് ജയറാം രമേശ്. അദ്ദേഹം ഒരു കവിയാണെന്ന് കൂടിയാണ് എന്റെ ഒരു ഓർമ്മ. ജയറാം രമേശ് ഇന്ദിരാഗാന്ധി എ ലൈഫ് ഇൻ നേച്ചർ ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, കവിയാണെന്നാണ് എന്റെ ഒരു ഓർമ്മ. ഇന്ദിരാഗാന്ധി എ ലൈഫ് ഇൻ നേച്ചർ എഴുതിയത് ജയറാം രമേശ് ആണ്. ഇന്ദിരാഗാന്ധി എ ലൈഫ് ഇൻ നേച്ചർ എഴുതിയത് ജയറാം രമേശ്. ഇന്ദിരാഗാന്ധി എ ലൈഫ് ഇൻ നേച്ചർ എഴുതിയത് ജയറാം രമേശ്. ഓക്കെ, അടുത്ത ബുക്ക് നോ സ്പിൻ. സ്പിന്നില്ലേ, സ്പിൻ സ്പിൻ ബൗളർ നമ്മൾ പറയില്ലേ, നോ സ്പിൻ. ഷെയ്ൻ വാൺ. ആരാണ് ഷെയ്ൻ വാൺ എന്നൊരു അറിയില്ലേ? ഓസ്ട്രേലിയൻ സ്പിൻ ബോളർ ആണ്. നോ സ്പിൻ എഴുതിയത് ഷെയ്ൻ വാൺ ആണ്. ഓക്കെ, നോ സ്പിൻ എന്ന ബുക്ക് എഴുതിയത് ഷെയ്ൻ വാൺ ആണ്. ഷെയ്ൻ വാൺ, WARNE. WARNE.
അടുത്ത ബുക്ക് ഹിറ്റ് റിഫ്രഷ്. അത് ഇമ്പോർട്ടന്റ് ആയ ഒരു ബുക്കാണ് കേട്ടോ. ഹിറ്റ് റിഫ്രഷ് എഴുതിയത് സത്യ നദല്ല, സിഇഒ ഓഫ് മൈക്രോസോഫ്റ്റ്. ഹിറ്റ് റിഫ്രഷ് എന്ന ബുക്ക് എഴുതിയത് സത്യ നദല്ലയാണ്, സിഇഒ ഓഫ് ഏതാണ് മൈക്രോസോഫ്റ്റ്. ഹിറ്റ് റിഫ്രഷ് സത്യ നദല്ല, ഹിറ്റ് റിഫ്രഷ് സത്യ നദല്ല, സിഇഒ ഓഫ് മൈക്രോസോഫ്റ്റ്. ഓക്കെ, അടുത്ത ഇതിലേക്ക് കടക്കാം. ബുക്സ് ഇൻ ബാഗ്ദാദ് എന്ന ബുക്ക് എഴുതിയതാരാണ്? ശശി തരൂർ. ബുക്സ് ഇൻ ബാഗ്ദാദ് എന്ന ബുക്ക് എഴുതിയത് ശശി തരൂർ. ഓക്കെ, അതിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട്, അത് ഞാൻ ഒന്ന് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്, അതിന് കറക്റ്റ് ചെയ്ത് പറയാം. ഓക്കെ, നമുക്ക് അടുത്ത ബുക്കിലേക്ക് കിടക്കാം. ചെറിയൊരു കറക്ഷൻ ഉണ്ട്, ഞാൻ എഴുതിയത് എന്തോ ഒരു തെറ്റോ എന്തോ ഒരു കറക്ഷൻ ഉണ്ട്. എന്റെ മനസ്സിലുള്ള ബുക്കിന്റെ നെയിം ഇതല്ല, എന്തോ ഒരു തെറ്റോ പോലെ എനിക്ക് തോന്നുന്നുണ്ട്, അത് കറക്റ്റ് ചെയ്ത് ഗ്രൂപ്പിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇടാം. ഓക്കെ, അടുത്ത ബുക്ക് സ്ട്രെയിറ്റ് ടോക്ക്. ബുക്കിന്റെ പേര് സ്ട്രെയിറ്റ് ടോക്ക്. ബുക്കിന്റെ പേര് സ്ട്രെയിറ്റ് ടോക്ക് എഴുതിയത് അഭിഷേക് മനു സിംഗ്വി. പൊളിറ്റീഷ്യൻ ആണ് അദ്ദേഹം, സീനിയർ ലോയർ കൂടിയാണ് അഭിഷേക് മനു സിംഗ്വി. സ്ട്രെയിറ്റ് ടോക്ക് അഭിഷേക് മനു സിംഗ്വി. സ്ട്രെയിറ്റ് ടോക്ക് അഭിഷേക് മനു സിംഗ്വി. ഓക്കെ, അടുത്ത ബുക്ക് ട്രിപ്പിൾ തലാഖ് എക്സാമിനിങ് ഫെയ്ത്ത് എഴുതിയത് സൽമാൻ ഖുർഷിദ് ആണ്. ട്രിപ്പിൾ തലാഖ് ഇമ്പോർട്ടന്റ് ബുക്കാണ്. ട്രിപ്പിൾ തലാഖ് എക്സാമിനിങ് ഫെയ്ത്ത് എന്നാണ് ബുക്കിന്റെ പേര്. ട്രിപ്പിൾ തലാഖ് എക്സാമിനിങ് ഫെയ്ത്ത് എന്നാണ് ബുക്കിന്റെ പേര്. എഴുതിയത് സൽമാൻ ഖുർഷിദ്, പൊളിറ്റീഷ്യൻ ആണ്, ഫോമൽ എക്സ്റ്റേണൽ മിനിസ്റ്റർ ആണ്. ഓക്കെ, ഇന്ത്യയുടെ ഫോമൽ എക്സ്റ്റേണൽ മിനിസ്റ്റർ ആണ് സൽമാൻ ഖുർഷിദ്. ട്രിപ്പിൾ തലാഖ് എക്സാമിനിങ് ഫെയ്ത്ത് അതിന്റെ ആ ബുക്ക് എഴുതിയത് സൽമാൻ ഖുർഷിദ് ആണ്. അടുത്ത ബുക്ക് ഗോഡ് സേവ് ദ ഹോണറബിൾ സുപ്രീം കോർട്ട്. രസകരമായ പേരാണ്, ഗോഡ് സേവ് ദ ഹോണറബിൾ സുപ്രീം കോർട്ട്. എഴുതിയത് ഫാരിയസ് നരിമാൻ ആണ്. ഓക്കെ, ഗോഡ് സേവ് ദ ഹോണറബിൾ സുപ്രീം കോർട്ട് എഴുതിയത് ഫാരിയസ് നരിമാൻ ആണ്. അടുത്ത ബുക്ക് ആൻ അൺസർട്ടൺ ഗ്ലോറി ആൻഡ് ഇറ്റ്സ് കോൺട്രഡിക്ഷൻ. ആൻ അൺസർട്ടൺ ഗ്ലോറി ആൻഡ് ഇറ്റ്സ് കോൺട്രഡിക്ഷൻ. ആൻ അൺസർട്ടൺ ഗ്ലോറി ആൻഡ് ഇറ്റ്സ് കോൺട്രഡിക്ഷൻ. രണ്ട് ഓതേഴ്സ് ആണ് എഴുതിയത്, അമർത്യ സെന്നും ജീൻ ഡ്രീസ് എന്ന ബെൽജിയംകാരനായിട്ടുള്ള ഓതറാണ്. അദ്ദേഹം ഇപ്പൊ ഇന്ത്യയിലാണ് താമസിക്കുന്നത്. ഒരു സാത്വികമായ ലൈഫ് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു എഴുത്തുകാരാണ് ജീൻ ഡ്രീസ് എന്ന് പറഞ്ഞ ഒരു എക്കണോമിസ്റ്റ് ആണ്. അദ്ദേഹവും അമർത്യ സെന്നും കൂടി ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബുക്കാണ് ആൻ അൺസർട്ടൺ ഗ്ലോറി ഇന്ത്യ ആൻഡ് ഇറ്റ്സ് കോൺട്രഡിക്ഷൻ. ആൻ അൺസർട്ടൺ ഗ്ലോറി ഇന്ത്യ ആൻഡ് ഇറ്റ്സ് കോൺട്രഡിക്ഷൻ എന്ന ബുക്ക് എഴുതിയത് ആരാണ്? അമർത്യ സെന്നും പിന്നെ ജീൻ ഡ്രീസ്. JEANDREZD. JEANDREZD. An uncertain glory, India and its contradiction. An uncertain glory, India and its contradiction. Amartya Sen, Jean Dries. An uncertain glory, India and its contradiction. Amartya Sen and Jean Dries. ഓക്കെ, അടുത്ത ബുക്ക് ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് പ്ലേയിങ് ഇറ്റ് മൈ വേ, സച്ചിൻ ടെണ്ടുൽക്കർ. പ്ലേയിങ് ഇറ്റ് മൈ വേ, സച്ചിൻ ടെണ്ടുൽക്കർ. പ്ലേയിങ് ഇറ്റ് മൈ വേ, സച്ചിൻ ടെണ്ടുൽക്കർ. അത് പ്രശസ്തമായ ബുക്കാണല്ലോ, എല്ലാവർക്കും അറിയാവുന്ന ഒരു ബുക്കാണ്. അടുത്ത 3 ബുക്കുകളുടെ പേരാണ് യുഗപുരുഷ്, ഭാരത് രത്ന, അടൽജി. 3 ബുക്കുകളാണ് യുഗപുരുഷ്, ഭാരത് രത്ന, അടൽജി. 3 ബുക്കും ഒരാളാണ് എഴുതിയത്. അദ്ദേഹം ഫേമസ് ആയ വ്യക്തി കൂടിയാണ്, അതുകൊണ്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. യുഗപുരുഷ്, ഭാരത് രത്ന, അടൽജി. യുഗപുരുഷ്, ഭാരത് രത്ന, അടൽജി. ഇത് എഴുതിയത് രമേശ് പൊക്രിയാൽ. ഇപ്പോഴത്തെ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ആണ്, സെൻട്രൽ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ആണ് രമേശ് പൊക്രിയാൽ. അദ്ദേഹം എഴുതിയ ബുക്കാണ് യുഗപുരുഷ്, ഭാരത് രത്ന, അടൽജി. യുഗപുരുഷ്, ഭാരത് രത്ന, അടൽജി. 3 ബുക്ക് രമേശ് പൊക്രിയാൽ. അടുത്ത ബുക്ക് ദ അൺസീയിങ് ഐഡൽ ഓഫ് ലൈറ്റ് എഴുതിയത് മലയാളിയായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരിയായിട്ടുള്ള കെ.ആർ. മീരയാണ്. ഓക്കെ, ദ അൺസീയിങ് ഐഡൽ ഓഫ് ലൈറ്റ് എഴുതിയത് കെ.ആർ. മീരയാണ്. ഓക്കെ, അറിയാമല്ലോ. 8. അടുത്തത് 9
ടൈംലെസ് ലക്ഷ്മൺ എന്ന ബുക്ക് എഴുതിയത് ആരാണ്? ടൈംലെസ് ലക്ഷ്മൺ. ടൈംലെസ് ലക്ഷ്മൺ എന്ന ബുക്ക് എഴുതിയത് ആരാണ്? നരേന്ദ്രമോദിയാണ്. അപ്പൊ നേരത്തെ പഠിച്ചത് എക്സാം വാരിയേഴ്സ് ആണ്. ടൈംലെസ് ലക്ഷ്മൺ എന്ന ബുക്ക് എഴുതിയത് നരേന്ദ്രമോദിയാണ്. ടൈംലെസ് ലക്ഷ്മൺ എന്ന ബുക്ക് എഴുതിയത് നരേന്ദ്രമോദിയാണ്. ടൈംലെസ് ലക്ഷ്മൺ, നരേന്ദ്രമോദി. ഓക്കെ, അടുത്തത് റിപ്പബ്ലിക് ഓഫ് കാസ്റ്റ് എന്ന് എഴുതിയത് റിപ്പബ്ലിക് ഓഫ് കാസ്റ്റ്. ബുക്കിന്റെ പേര് റിപ്പബ്ലിക് ഓഫ് കാസ്റ്റ്. ബുക്കിന്റെ പേര് റിപ്പബ്ലിക് ഓഫ് കാസ്റ്റ്. ആനന്ദ് തെൽതുംബ്ഡെ. ആനന്ദ് തെൽതുംബ്ഡെ. ആനന്ദ് തെൽതുംബ്ഡെ. ഇന്ത്യയുടെ ജാതി വ്യവസ്ഥയെ കുറിച്ചൊക്കെ വളരെ ആഴത്തിൽ പഠിച്ച് ധാരാളം പുസ്തകങ്ങൾ എഴുതിയ ഒരു അംബേദ്കറേറ്റ് കൂടിയാണ് ആനന്ദ് തെൽതുംബ്ഡെ. അദ്ദേഹത്തിന്റെ ബുക്കാണ് ഇന്ത്യ എ ഫ്രീ സ്റ്റേറ്റ്. ഇന്ത്യ എ ഫ്രീ സ്റ്റേറ്റ് എന്ന ബുക്ക് എഴുതി, ക്ഷമിക്കണം, ഇന്ത്യ ഫ്രീ സ്റ്റേറ്റ് അല്ല, റിപ്പബ്ലിക് ഓഫ് കാസ്റ്റ് എന്ന ബുക്ക് എഴുതിയത് ആനന്ദ് തെൽതുംബ്ഡെ. റിപ്പബ്ലിക് ഓഫ് കാസ്റ്റ്, ആനന്ദ് തെൽതുംബ്ഡെ. അടുത്ത ബുക്ക് ഇന്ത്യ എ ഫ്രീ സ്റ്റേറ്റ് എന്ന ബുക്ക് എഴുതിയത് വി എസ് നായ്പാൾ. ഓക്കെ, ഇന്ത്യ എ ഫ്രീ സ്റ്റേറ്റ്, വി എസ് നായ്പാൾ റൈറ്റർ ആണ്, അറിയാലോ. ഇന്ത്യ എ ഫ്രീ സ്റ്റേറ്റ് എന്ന ബുക്ക് എഴുതിയത് വി എസ് നായ്പാൾ. ഓക്കെ, അടുത്ത ബുക്ക് ദ മാൻ ഹൂ സോൾഡ് ഹിസ് ഫെരാരി. അറിയാമായിരിക്കാം, റോബിൻ ശർമ്മ എഴുതിയ ബുക്കാണ്. ദ മാൻ ഹൂ സോൾഡ് ഹിസ് ഫെരാരി എന്ന ബുക്ക് എഴുതിയത് ദ മാൻ ഹൂ സോൾഡ് ഹിസ് ഫെരാരി എന്ന ബുക്ക് എഴുതിയത് റോബിൻ ശർമ്മയാണ്. റോബിൻ ശർമ്മയാണ് ദ മാൻ ഹൂ സോൾഡ് ഹിസ് ഫെരാരി എഴുതിയത്. ഓക്കെ, അടുത്ത ബുക്ക് ലിങ്കൺ ഇൻ ദ ബാർഡോ. ലിങ്കൺ ഇൻ ദ ബാർഡോ. ലിങ്കൺ ഇൻ ദ ബാർഡോ എന്ന ബുക്ക് എഴുതിയത് ആരാണ്? ജോർജ് സാൻഡേഴ്സ് ആണ്. അമേരിക്കൻ റൈറ്റർ ആണ് ജോർജ് സാൻഡേഴ്സ്. SAUNDERS. SAUNDERS. ജോർജ് സാൻഡേഴ്സ്. അമേരിക്കൻ റൈറ്റർ ആണ് ജോർജ് സാൻഡേഴ്സ് ആണ് ലിങ്കൺ ഇൻ ദ ബാർഡോ എന്ന ബുക്ക് എഴുതിയത്. ഓക്കെ, അടുത്തത് റിബൽ സുൽത്താൻസ്, ദ ഡെക്കാൻ ഫ്രം ഖിൽജി ടു ശിവജി. മലയാളം എഴുതിയ ബുക്കാണ് കേട്ടോ, അതുകൊണ്ട് വളരെ പ്രാധാന്യമാണ്. മനു എസ് പിള്ള, വളരെ ചെറുപ്പമായിട്ടുള്ള 27 or 28 വയസ്സുള്ള, വളരെ ചെറുപ്പത്തിലാണ്, താരതമ്യേന വളരെ ചെറുപ്പമുള്ള മനു എസ് പിള്ള എഴുതിയ ബുക്കാണ് റിബൽ സുൽത്താൻസ്. മലയാളി കൂടിയാണ്. റിബൽ സുൽത്താൻസ്, ദ ഡെക്കാൻ ഫ്രം ഗിൽജി ടു ശിവജി. 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 ഓക്കെ, അടുത്ത ബുക്ക് ദ ഓഡസിറ്റി ഓഫ് ഹോപ്പ്. ദ ഓഡസിറ്റി ഓഫ് ഹോപ്പ് എഴുതിയത് ബറാക് ഒബാമയാണ്. ദ ഓഡസിറ്റി ഓഫ് ഹോപ്പ് എഴുതിയത് ബറാക് ഒബാമയാണ്. ദ ഓഡസിറ്റി ഓഫ് ഹോപ്പ് എഴുതിയത് ബറാക് ഒബാമയാണ്. ഓക്കെ, നമുക്ക് അടുത്ത സെറ്റിലേക്ക് കടക്കാം. അൺഅക്സ്റ്റോംഡ് എർത്ത് എന്ന ബുക്ക് എഴുതിയത് ജുംബ ലാഹിരിയാണ്. അൺഅക്സ്റ്റോംഡ് എർത്ത് എന്ന ബുക്ക് എഴുതിയത് ജുംബ ലാഹിരിയാണ്. ഫേമസ് ഇന്ത്യൻ അമേരിക്കൻ ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആണ്. പോയറ്റുമാണ്. ഓക്കെ, അൺഅക്സ്റ്റോംഡ് എർത്ത് എന്ന ബുക്ക് എഴുതിയത് ജുംബ ലാഹിരിയാണ്. അൺഅക്സ്റ്റോംഡ് എർത്ത്, ജുംബ ലാഹിരി. ഓക്കെ, ടു ലീവ്സ് എന്ന ബുക്ക് എഴുതിയത് ഫേമസ് ഇന്ത്യൻ റൈറ്റർ വിക്രം സേത്ത് ആണ്. ടു ലീവ്സ് എന്ന ബുക്ക് എഴുതിയത് ഫേമസ് ഇന്ത്യൻ റൈറ്റർ ആയിട്ടുള്ള വിക്രം സേത്ത് ആണ്. ടു ലീവ്സ് എന്ന ബുക്ക് എഴുതിയത് ഫേമസ് ഇന്ത്യൻ റൈറ്റർ ആയിട്ടുള്ള വിക്രം സേത്ത് ആണ്. അടുത്ത ബുക്ക് മിൽക്ക് മാൻ, അന്ന ബേൺസ്. ആരാണ് അന്ന ബേൺസ്? നിങ്ങൾ ഒരു കേട്ടിട്ടുണ്ടോ, വാർത്തകളിലൊക്കെ കേട്ടിട്ടുണ്ടോ? മിൽക്ക് മാൻ, അന്ന ബേൺസ്. മിൽക്ക് മാൻ, അന്ന ബേൺസ്. അത് ഐറിഷ് എഴുത്തുകാരിയാണ്. 2018 ഈ മിൽക്ക് മാൻ എന്ന ബുക്കിന് അന്ന ബേൺസിന് മാൻ ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, മിൽക്ക് മാൻ, അന്ന ബേൺസ്. ഫേമസ് പേഴ്സണാലിറ്റീസ് എന്നൊരു ടോപ്പിക് കൂടി GK ഉൾപ്പെടുത്തിയിട്ടുണ്ടാണ്. ഞാൻ ഇന്ന് വിശദമായിട്ട് ഓതേഴ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു പോകുന്നത്. മിൽക്ക് മാൻ, അന്ന ബേൺസ്. മിൽക്ക് മാൻ, അന്ന ബേൺസ്. അടുത്ത ബുക്ക് ചേതൻ ഭഗത്തിന്റെ ഒരു കൂട്ടം ബുക്കാണ് പറയാൻ പോകുന്നത്. മേക്കിംഗ് ഇന്ത്യ എയ്സം. ഒന്ന്, മേക്കിംഗ് ഇന്ത്യ എയ്സം. മേക്കിംഗ് ഇന്ത്യ എയ്സം.
one Indian girl, one Indian girl, one Indian girl, half girlfriend, half girlfriend, half girlfriend. Revolution 2020, Revolution 2020, Revolution 2020. What Young India wants, what Young India wants, what Young India wants. ഇതെല്ലാം എഴുതിയത് ചേതൻ ഭഗത്താണ്. ഈ ബുക്കുകളെല്ലാം എഴുതിയത് ചേതൻ ഭഗത്താണ്. അടുത്ത ബുക്ക് അൺബ്രേക്കബിൾ എഴുതിയത് മേരി കോം ആണ്. ഫേമസ് ആരാണ്? ബോക്സിംഗ് താരമായിട്ടുള്ള മേരി കോം ആണ് അൺബ്രേക്കബിൾ എന്ന ബുക്ക് എഴുതിയത്. അൺബ്രേക്കബിൾ എന്ന ബുക്ക് എഴുതിയത് മേരി കോം ആണ്. ഓക്കെ, അടുത്തത് ലീതൽ വൈറ്റ് എന്ന ബുക്ക് എഴുതിയത് JK റോളിംഗ് ആണ്. ബ്രിട്ടീഷ് ഓതറായിട്ടുള്ള JK റോളിംഗ് ആണ് ലെതൽ വൈറ്റ് എന്ന് ഹാരി പോട്ടർ എഴുതിയിട്ടുള്ള JK റോളിംഗ് ആണ് ലെതൽ വൈറ്റ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ലെതൽ വൈറ്റ് JK റോളിംഗ്, ലിതൽ വൈറ്റ് JK റോളിംഗ്, ബ്രിട്ടീഷ് ഓതർ. അടുത്തത് അമിതാഭ് ഘോഷ് എഴുതിയ ജ്ഞാനപീഠ പുരസ്കാരമൊക്കെ ലഭിച്ച അമിതാഭ് ഘോഷ് എഴുതിയ 3 ബുക്കുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ബുക്ക് ദ കൽക്കട്ട ക്രോമസോം. ഒന്നാമത്തെ ബുക്ക് ദ കൽക്കട്ട ക്രോമസോം, ദ കൽക്കട്ട ക്രോമസോം. രണ്ടാമത്തെ ബുക്ക് സീ ഓഫ് പോപ്പീസ്, സീ ഓഫ് പോപ്പീസ്, സീ ഓഫ് പോപ്പീസ്, സീ ഓഫ് പോപ്പീസ്. മൂന്നാമത്തെ ബുക്ക് ഫ്ലഡ് ഓഫ് ഫയർ. മൂന്നാമത്തെ ബുക്ക് ഫ്ലഡ് ഓഫ് ഫയർ, ഫ്ലഡ് ഓഫ് ഫയർ. ഇതെല്ലാം എഴുതിയത് അമിതാഭ് ഘോഷാണ്. ദ കൽക്കട്ട ക്രോമസോം എഴുതിയത്, സീ ഓഫ് പോപ്പീസ് എഴുതിയത്, ഫ്ലഡ് ഓഫ് ഫയർ എഴുതിയത്, ഇതെല്ലാം എഴുതിയത് ആരാണ്? അമിതാഭ് ഘോഷാണ്. അടുത്ത ബുക്ക് ഇമ്മോർട്ടൽ ഇന്ത്യ എഴുതിയത് അമീഷ് ത്രിപാഠിയാണ്. ഇമ്മോർട്ടൽ ഇന്ത്യ എന്ന ബുക്ക് എഴുതിയത് അമീഷ് ത്രിപാഠി. അമീഷ് ത്രിപാഠിനെ അറിയില്ലേ അല്ലെ? അറിയില്ലോ അല്ലെ? അറിയാമല്ലോ അല്ലെ? ശിവ ട്രയോളജിയും രാമചന്ദ്ര സീരീസ് ഒക്കെ എഴുതിയ അമീഷ് ത്രിപാഠിയാണ് ഇമ്മോർട്ടൽ ഇന്ത്യ എഴുതിയത്. ഇമ്മോർട്ടൽ ഇന്ത്യ എഴുതിയത് അമീഷ് ത്രിപാഠി. ഇമ്മോർട്ടൽ ഇന്ത്യ അമീഷ് ത്രിപാഠി. ഷെയ്ഡ്സ് ഓഫ് ട്രൂത്ത് എഴുതിയത് കപിൽ സിബൽ. ഷെയ്ഡ്സ് ഓഫ് ട്രൂത്ത് എഴുതിയത് കപിൽ സിബൽ. അദ്ദേഹം ഒരു കവി കൂടിയാണ്, അദ്ദേഹം ഒരു പൊളിറ്റീഷ്യൻ ആണ്, അതുകൂടാതെ അദ്ദേഹം ഒരു ലോയർ കൂടിയാണ്. കപിൽ സിബൽ എഴുതിയത് ബുക്കിന്റെ പേര് ഷെയ്ഡ്സ് ഓഫ് ട്രൂത്ത്. ഷെയ്ഡ്സ് ഓഫ് ട്രൂത്ത് കപിൽ സിബൽ. ഷെയ്ഡ്സ് ഓഫ് ട്രൂത്ത് കപിൽ സിബൽ. ഷെയ്ഡ്സ് ഓഫ് ട്രൂത്ത് കപിൽ സിബൽ. അടുത്ത ബുക്ക് 2 ബുക്കാണ്. അരുന്ധതി റോയ് എഴുതിയ 2 ബുക്കാണ്. കാശ്മീർ ദ കേസ് ഓഫ് ഫ്രീഡം എഴുതിയത് അരുന്ധതി റോയ് ആണ്. കാശ്മീർ ദ കേസ് ഓഫ് ഫ്രീഡം എഴുതിയത് അരുന്ധതി റോയ് ആണ്. ദ കാശ്മീർ ദ കേസ് ഓഫ് ഫ്രീഡം. അടുത്തത് ലിസണിംഗ് ടു ഗ്രാസ് ഹോപ്പേഴ്സ് ഫീൽഡ് നോട്ട്സ് ഓൺ ഡെമോക്രസി എഴുതിയത് അരുന്ധതി റോയ് ആണ്. ലിസണിംഗ് ടു ഗ്രാസ് ഹോപ്പേഴ്സ് ഫീൽഡ് നോട്ട്സ് ഓൺ ഡെമോക്രസി എഴുതിയത് അരുന്ധതി റോയ് ആണ്. ലിസണിംഗ് ടു ഗ്രാസ് ഹോപ്പേഴ്സ് ഫീൽഡ് നോട്ട്സ് ഓൺ ഡെമോക്രസി എഴുതിയത് അരുന്ധതി റോയ് ആണ്. അടുത്തത് ഗീതാഞ്ജലി എഴുതിയതാണ് വേറെ ആരുമല്ല, നമ്മുടെ ടാഗോർ ആണ്. രവീന്ദ്രനാഥ ടാഗോർ ആണ് എഴുതിയത് ഗീതാഞ്ജലി. ഗീതാഞ്ജലി എഴുതിയത് രവീന്ദ്രനാഥ ടാഗോർ. ഓക്കെ, അടുത്ത ബുക്ക് ദ റെഡ് സാരി. ദ റെഡ് സാരി എഴുതിയത് സോണിയാഗാന്ധിയാണ്. റെഡ് സാരി പൊളിറ്റീഷ്യൻ ആയിട്ടുള്ള സോണിയാഗാന്ധിയാണ് ദ റെഡ് സാരി എഴുതിയത്. ദ റെഡ് സാരി. ഓക്കെ, അപ്പൊ ഏകദേശം 95നും 100നും ഇടയ്ക്ക് നമ്മൾ ഏകദേശം പഠിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾ കൺഫ്യൂഷൻസ് വന്നുകൊണ്ട് നമ്മൾ ഒമിറ്റ് ചെയ്തിട്ടുണ്ട്. 95നും 100നും ഇടയ്ക്കാണ് നമ്മളിപ്പോ പഠിച്ചിട്ടുള്ളത്. അപ്പോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട നിയമവുമായി ബന്ധപ്പെട്ട ആളുകളെ എഴുതിയ ബുക്കുകള്, പിന്നെ സ്പോർട്സ് പേഴ്സൺസ് എഴുതിയ ബുക്കുകള്, പിന്നെ ഫേമസ് നോവൽസ്, ഷോർട്ട് സ്റ്റോറീസ്, പോയംസ്. അത് കൂടാതെ ഒരു കാര്യം ഞാൻ വിട്ടുപോയിരുന്നു, ഫേമസ് പൊളിറ്റീഷ്യൻസ്മാരുടെ ബുക്കുകള്. ഈ 4 കാര്യങ്ങളാണ് ചോദിച്ച് കണ്ടുവന്നിട്ടുള്ളത്. ഈ 4 കാര്യങ്ങളിലെ പ്രധാനപ്പെട്ട ബുക്കുകളെല്ലാം നമ്മൾ ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എഴുതാൻ കിട്ടാത്തവരുണ്ടായിരിക്കും. ഞാൻ പറഞ്ഞപ്പോ കുറച്ച് സ്പീഡിലോട്ട് പോയാലാണ് നമുക്ക് ആ ടൈമിനുള്ളിൽ ഈ ക്ലാസ് അവതരിപ്പിക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറായിരിക്കും. കൂടുതൽ ക്ലാസ് ആകുമ്പോൾ ബോറായിരിക്കും. ഒറ്റ ഇരിപ്പിന് ക്ലാസ് കേൾക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാവും. അപ്പോ നമ്മൾ വളരെ ക്രിസ്പായിട്ട്
ഏകദേശം എല്ലാം പറഞ്ഞു പോയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എഴുതി കറക്റ്റ് എഴുതാൻ പറ്റാത്തവർ ചെയ്യേണ്ടത് നോട്ട്സ് കിട്ടും, അപ്പൊ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോ ഇത് നോട്ട്സ് എഴുതി എടുക്കുക. കണപ്പണം പഠിച്ച് നടക്കില്ല, മനസ്സിലാക്കി ട്രിക്കൊക്കെ ഉപയോഗിച്ച് പഠിച്ചു പോകുക. ഓക്കെ, എല്ലാവരും മോക്ക് ടെസ്റ്റ് കൃത്യമായി എഴുതുക, ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുക, കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സസ് കൃത്യമായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ടെലിഗ്രാമിലെ ക്യൂസസ് എല്ലാം അറ്റൻഡ് ചെയ്യുക. വളരെ ആത്മവിശ്വാസത്തോടെ നല്ല രീതിയിൽ കഠിനാധ്വാനം ചെയ്യുക. ഓക്കെ, താങ്ക് യു.